ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയം ഈ ദേശത്തിൽ സുവിശേഷ യോഗത്തിൻ്റെ 2-ാം ദിവസം ഈ സന്ധ്യാസമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നമുക്ക് ഏവർക്കും ഇടയാക്കിയതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലും ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും അനുഗ്രഹീതമാകുന്ന തിരുവെഴുത്തുകളെ ശ്രവിപ്പാൻ തക്കവണ്ണം സ്വർഗം നമുക്ക് ഏവർക്കും ഇടയാക്കിയതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു എന്നുള്ളതായ ദൈവ വചനത്തെ ആധാരമാക്കി ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ ശ്രവിപ്പാൻ തക്കവണ്ണം സ്വർഗം നമുക്ക് ഏവർക്കും ഇടയാക്കിയല്ലോ. സർവശക്തനായ ദൈവം ഒരു ന്യായാധിപതിയായി നമുക്ക് മുൻപാകെ നിന്നുകൊണ്ട് നമ്മോട് കഴിഞ്ഞ രാത്രിയിലും സംസാരിച്ചിരുന്നു. വിവിധ പ്രതിസന്ധികളുടെ പരിഹാരങ്ങളുമായി നമുക്കായി ന്യായം വിധിക്കുന്നവനായ ഒരു നല്ല ദൈവമായി അവൻ നമ്മോട് കഴിഞ്ഞ രാത്രികളിലും സംസാരിച്ചിരുന്നു. ഇന്ന് രാത്രികാലവും ദൈവം തൻ്റെ ദിവ്യമായ ശബ്ദത്തെ നമ്മെ കേൾപ്പിച്ചനുഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുകയാണ്. ആകയാൽ ഈ പന്തലിൻ്റെ ഉള്ളിലും ഈ ഗ്രൗണ്ടിൻ്റെ പരിസരങ്ങളിലും ദൂരത്തും ചാരത്തുമായി ഞങ്ങളുടെ ശബ്ദത്തെ ശ്രവിക്കുന്ന എല്ലാവരും വളരെ ദൈവ ഭയത്തോടും ഭക്തിയോടും അതേ ധ്യാനത്തോടും കൂടെ ആയിരിക്കണമേ എന്ന് ഞങ്ങൾ അതേ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ ധ്യാനത്തിനായി കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങളെ വായിക്കും. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവും എങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിൻ്റെ വിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ ദേശത്തിൻ്റെ മധ്യത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തു നമുക്ക് ഏവർക്കും വളരെ സുപരിചിതനാണ്. യഥാർത്ഥത്തിൽ ഈ ദേശനിവാസികൾക്കോ അല്ല എങ്കിൽ ഈ പന്തലിനുള്ളിൽ ഇരിക്കുന്നവർക്കോ മാത്രമല്ല, ഇന്ന് ലോകത്തിൽ കാണപ്പെടുന്നതായ ഏറെക്കുറെ 800 കോടി ജനങ്ങളിൽ 75% ജനങ്ങളും നന്നായിട്ടും അറിയുന്നതായ ഒരു പ്രത്യേകമായ ഒരു വ്യക്തിത്വം, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വളരെ സുപരിചിതമായി തന്നെ ഏവർക്കും നന്നായിട്ടും അറിയാം. ഈ ലോക ജനസംഖ്യയുടെ ഏറെക്കുറെ 75% പേരുമെന്ന് പറയുന്നത് 5 വിധമാകുന്ന മതവിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരാണ്. ഒന്നാമത് ക്രിസ്തീയ വിഭാഗം, രണ്ടാമത് ഇസ്ലാമിക വിഭാഗം, മൂന്നാമത് അത് ഹൈന്ദവ മതത്തിൽപ്പെട്ടവർ, നാലാമതായി അത് ബുദ്ധിസത്തിൽപ്പെട്ടതായ ജനവിഭാഗങ്ങൾ, അഞ്ചാമത്തേത് അത്രയേറെ ജനസാന്ദ്രതയുള്ളതായ വ്യക്തികളല്ല എങ്കിലും വളരെ ചുരുക്കമായവരെങ്കിലും ഈ ലോകത്തിൻ്റെ തന്നെ ശ്രേഷ്ഠമേറിയതായ ശക്തിയായി കാണപ്പെടുന്നതായ യഹൂദ വംശമെന്ന് അത് നമുക്ക് കാണുവാൻ കഴിയും. ഏറെക്കുറെ 800 കോടി ജനങ്ങളിൽ 239 കോടിയോളം അതെ ക്രൈസ്തവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ 190 കോടി ഇസ്ലാമികർ ഈ ലോകത്തിലുണ്ട്. അതേ നേരത്തിൽ തന്നെ 120 കോടി ജനം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. അതേ നേരത്തിൽ 52 കോടി ജനം ബുദ്ധന്മാർ ബുദ്ധമതത്തിൽ ആചരിക്കുന്നവരായി ഈ ലോകത്തിൽ നമുക്ക് കാണാം. വെറും 1.52 കോടിയായി യഹൂദ വംശജരെ നമുക്ക് ഈ ഭൂമിയിൽ കാണാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ 800 കോടി ജനത്തിന്റെ ഇടയിൽ 600 കോടി ജനവും ഈ 5 മതവിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരാണ്. എന്നാൽ ഇന്ന് ഈ രാത്രികാലം ഞങ്ങൾ ഈ ദേശത്തിന്റെ മധ്യത്തിൽ അറിയിക്കുന്നതായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നതായ ഒരു വ്യക്തി ഒരു മതത്തിന്റെ സ്ഥാപകനായിട്ടല്ല, എന്നാലോ അവൻ സർവശക്തനായ ദൈവത്തിന്റെ ഏകജാതനാകുന്ന പുത്രനായി തന്നെ ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടേയിരിക്കുകയാണ്. അവനെ കുറിച്ച് ഞങ്ങൾ സധൈര്യം ഈ ദേശത്തിന്റെ മധ്യത്തിൽ സുവിശേഷമായി ഞങ്ങൾ അറിയിക്കുന്നു.
യഥാർത്ഥത്തിൽ അതേ ഇന്ന് ഈ ദേശത്തിൽ ഏറിയ പങ്കും അതേ ഉള്ളതായ ജനവിഭാഗങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠനായ നല്ലൊരു ഗുരുവുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സദ്ഗുരു എന്നാണ്. അദ്ദേഹം ലോകമെമ്പാടും തന്റെ അതേ സന്ദേശങ്ങളെ അറിയിച്ചുകൊണ്ട് ഏറിയ മനുഷ്യരെ ശിഷ്യരാക്കിക്കൊണ്ടിരിക്കുന്നതായ ഒരു ഭക്തനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി, യേശു എന്ന് പറയുമ്പോൾ താൻ ഈ ലോകത്ത് 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച ഏതോ ഒരു മനുഷ്യനായി തന്നെ നാം കാണരുത് എന്ന് താൻ ഇപ്രകാരം പറയുകയാണ്. പിന്നെയോ എന്താണ് തൻ്റെ പ്രത്യേകത? അതേ ഒരു മനുഷ്യന്റെ ഉള്ളിൽ പ്രത്യേകമായ ഒരു അതേ പ്രതിഭാസത്തെ ഉരുവാക്കിയെടുക്കുവാൻ കഴിവുള്ളതായ ശക്തിയേറിയ ഒരു മനുഷ്യനായി അതേ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അതേ ഒരു ഹൈന്ദവാചാര്യനായ ഒരു ഗുരു ഇപ്രകാരം പഠിപ്പിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. ലോക ചരിത്രത്തിന്റെ മുൻപാകെ ഈ ചരിത്രങ്ങളെ കീറിമുറിച്ചവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അദ്ദേഹത്തെ കുറിച്ച് ലോകത്തിലെമ്പാടും സകല ജാതി മതവിഭാഗങ്ങളിലുമുള്ളവർ അതേ ശ്രേഷ്ഠമായി തന്നെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന്റെ ശക്തിയേറിയ പ്രവൃത്തികളെ ഇഹലോകത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവികമാകുന്ന അനുഭവങ്ങളുടെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിവുള്ളവനായി കൃപ പ്രാപിച്ചവനായി അതേ താൻ ഈ ലോകത്തിൽ വസിച്ചു. പ്രിയ ദൈവജനമേ, എന്തുകൊണ്ടാണ് ഈ സദ്ഗുരു ഇപ്രകാരം പറഞ്ഞതെന്നറിയാമോ? ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും ഇടയിൽ കാണപ്പെടുന്നതായ ഒരു ദുഷ്ടതയേറിയൊരു പ്രവണതയുണ്ട്. ആ പ്രവണതയെ സമ്പൂർണമായും നീക്കം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും പഠിക്കണമെന്ന് താൻ ഈ ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇന്ന് മതത്തിന്റെ പേര് എന്ത് ചെയ്യുകയാണ്? മനുഷ്യരോട് ക്രൂരതയെ പ്രവർത്തിച്ചുകൊണ്ട് മനുഷ്യരെ തന്നെ കൊന്നുകൊണ്ട് രാജ്യങ്ങളെ കീഴടക്കുവാനും തങ്ങളുടെ മതങ്ങളെ പ്രചരിപ്പിക്കുവാനും തക്കവണ്ണം വൈരാഗ്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ, പ്രിയ ദൈവജനമേ, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമാകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയിട്ട് സകല ദുഷ്ടശക്തികളെയും സമ്പൂർണമായും അതേ തകർത്തുകൊണ്ടൊരു രൂപാന്തരത്തിന്റെ ശക്തിയിൽ ഏത് മനുഷ്യരെയും അതേ സൗമ്യതയിലും താഴ്മയിലും ദൈവഭക്തിയിലും വളർത്തുവാൻ തക്കവണ്ണം അടിസ്ഥാനമേറിയതായ ഉപദേശങ്ങളെ നൽകിക്കൊണ്ട് വെറും ഒരു ഉപദേശത്തിന്റെ സ്ഥാപകനായിട്ടല്ല, പിന്നെയോ അതേ ഏത് മനുഷ്യരെയും ആകർഷിച്ചുകൊണ്ട് തങ്ങളെ അതേ ദിവ്യമേറിയതായ ഒരു സ്വഭാവത്തിലേക്ക് യഥാർത്ഥമാകുന്ന മനുഷ്യ നന്മയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ശക്തിയേറിയതായ ഒരു ജീവിതമായിരുന്നത് കൊണ്ടാണ് ഈ സദ്ഗുരു ഇപ്രകാരം പറയുവാനിടയായി തീർന്നത്. ഇനി അതേ രണ്ടാമത് മറ്റൊരു അതേ മതവിഭാഗത്തിൽ ഈ യേശുവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അത് ഇസ്ലാമിക മതത്തിലാണ്. യഥാർത്ഥത്തിൽ ഒരു നബിയായി അല്ല എങ്കിൽ ഒരു പ്രവാചകനായി യഥാർത്ഥത്തിൽ ഈ യേശുവിനെ നമുക്ക് അവരുടെ വേദഗ്രന്ഥങ്ങളിലും കാണുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തു അതേ കന്യകയിൽ ജനിച്ചു എന്നതിനെ അതേ ആ വേദഗ്രന്ഥങ്ങളിൽ ഊട്ടിയുറപ്പിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. യഥാർത്ഥത്തിൽ അതേ കന്യക എന്ത് ചെയ്യുന്നു? അതേ അവൾ ഗർഭം ധരിക്കുകയാണ്, അവളൊരു മകനെ പ്രസവിക്കുന്നു എന്ന് മലക്കുകൾ അവളോട് സംസാരിച്ച് അവളെ ശ്രേഷ്ഠമായി തന്നെ അതേ കുഞ്ഞിനെ വളർത്തുവാൻ തക്കവണ്ണം സജ്ജീകരിച്ച ചില വേദഭാഗങ്ങൾ അതേ ഇസ്ലാമികമാകുന്ന വേദങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷമായിട്ട് അത് യേശുവിന്റെ ജീവിത അനുഭവങ്ങളിൽ എന്തെല്ലാം കാണുന്നുവോ അതെല്ലാം തന്നെ ഉറപ്പിക്കുന്നതായ താൻ ചെയ്തതായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ഇവയെല്ലാം ചെയ്തുകൊണ്ടിരുന്നതായ വിധത്തിൽ തന്നെ ആ വേദവും അത് ഇതിനെ കുറിച്ച് ശക്തിയോടുകൂടെ പ്രസ്താവിക്കുന്നതിന് നമുക്ക് കാണുവാൻ കഴിയും. യഹൂദജനം അതേ വരുവാനുള്ളതായ ഒരു മിശിഹ എന്നതായ വിധത്തിൽ അതേ ഈ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ യഥാർത്ഥത്തിൽ ഈ യേശു ആരാണ്? മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും അതേ ഒരു ചോദ്യം ഉന്നയിക്കുന്നതിനെ നമുക്ക് കാണാം. കാറ്റും കടലും അവന് കീഴടങ്ങുന്നു എന്ന് കണ്ടിട്ട് യഥാർത്ഥത്തിൽ അതേ അവർ ചോദിക്കുകയാണ്, ഇവൻ ആരാണ്? വായിക്കാം. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു.
ഇവൻ ആർ എന്ന് തമ്മിൽ പറയുന്നതായി തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്നും അനേകരുടെ ചോദ്യം ഇത് തന്നെയാണ്, യേശു ആരാണ്? പ്രിയ ദൈവജനമേ, ഒരു കാര്യത്തെ ഓർക്കുക, യേശു സർവശക്തിയുള്ളവനായ ഒരു ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം അതേ ദൈവത്തിന്റെ പുത്രനായി സ്വർഗീയമാകുന്ന സകല മഹിമകളെ വെടിഞ്ഞ ഈ താണലോകത്തിലേക്ക് അത് കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ ഏകജാതനായ പുത്രൻ എന്ന ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ പുത്രനായവൻ അതേ കർത്താവായ യേശു ക്രിസ്തു എന്നാൽ ദൈവത്തിന്റെ പുത്രനായിരുന്നാലും അവൻ മനുഷ്യപുത്രനായി ഭൂമിയിൽ വെളിപ്പെട്ടിരുന്നാൽ ദൈവത്തിന്റെ സകല അധികാരങ്ങളോടും കൂടെ താൻ അതേ തന്റെ ജീവിതത്തെ ചെയ്യുന്നു. അത് ഭൂമിയിലായിരുന്നപ്പോഴും സ്വർഗത്തിലായിരുന്നപ്പോഴും തന്റെ പ്രവർത്തികൾ അപ്രകാരമുള്ളതായിരുന്നു എന്ന അതേ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെ യേശു ഉണ്ടായിരുന്നു എന്ന അത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ ലോക സൃഷ്ടി അതേ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരവും ഉളവായിരുന്നു എന്ന അതേ തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം ഇപ്രകാരമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ആ വചനം ദൈവമായിരുന്നു, ഈ വചനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു എന്ന ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ സ്വർഗീയമാകുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അവർ അതേ തൃത്വത്തിൽ രണ്ടാമനാകുന്ന അതേ ദൈവമായി നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. ആ കർത്താവായ യേശു ക്രിസ്തു അവൻ ഈ ലോകത്തിന്റെ സൃഷ്ടിതായിരിക്കുമ്പോൾ അവർ എന്ത് ചെയ്യുകയാണ്? ഈ ലോക സൃഷ്ടിക്ക് ചുക്കാൻ പിടിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ യേശു ആരായി തീർന്നു? അതാണ് നമ്മുടെ യഥാർത്ഥമാകുന്ന ചിന്താവിഷയമായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോകം വിവിധ അതേ കോണുകളിൽ നിന്ന് യേശുവിനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിന്തിപ്പാനുള്ളത്, യേശു ഒരു രക്ഷകനായി ഒരു വീണ്ടെടുപ്പുകാരനായി അവൻ തീരുകയാണ്. ഈ ഭൂമിയിൽ അതേ ഭൂജാതനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവൻ സകല മാനവരാശിയുടെയും രക്ഷകനായി വീണ്ടെടുപ്പുകാരനായി അവൻ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വരികയാണ്. സ്വർഗീയമാകുന്ന സകല മഹിമകളെയും താൻ വെടിയുന്നു. സ്വർഗീയമാകുന്ന അനുഭവങ്ങളിൽ പിതാവിനോട് തുല്യതയുള്ളവനായവൻ, ദൈവത്തിന്റെ പുത്രനായവൻ, സകല അധികാരങ്ങളും തന്റെ കരങ്ങളിലുണ്ട്. തന്റെ അധികാരങ്ങളിൽ അതേ യാതൊന്നും കുറവായിട്ടില്ലായിരുന്നു. പക്ഷേ താൻ എന്ത് ചെയ്യുകയാണ്? ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. യേശു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രക്ഷകൻ എന്നർത്ഥമാണ്. പ്രിയ ദൈവജനമേ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്ന ഒരർത്ഥത്തെയും നമുക്ക് കാണുവാൻ കഴിയും. അഭിഷിക്തനാകുന്ന ഒരു രക്ഷകനായി, നിയോഗിക്കപ്പെട്ടതായ ഒരു രക്ഷകനായി താൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. യഥാർത്ഥത്തിൽ നിത്യമാകുന്ന ഒരു രക്ഷയെ സകല മാനവരാശിക്കും പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം അവൻ അതേ രക്ഷയ്ക്ക് കാരണഭൂതനായി ഈ ഭൂമിയിൽ ഭൂജാതനായി തീരുകയാണ്. രക്ഷകനായി ഭൂജാതനാകുന്നവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്പം മുൻപ് നാം കേട്ടതുപോലെ അതേ കന്യകാമറിയത്തിൽ താൻ തന്റെ ജനനത്തെ തന്റെ ജനനം കന്യകാമറിയത്തിലായിരുന്നു. പ്രിയ ദൈവജനമേ, കന്യകാമറിയത്തിൽ ജനിക്കുമ്പോൾ ഒരു പുരുഷനില്ലാതെ എപ്രകാരം ഒരു കുട്ടി പിറക്കുമെന്നുള്ളതായ ഒരു ചോദ്യത്തിന് നേരത്തെ നാം കേട്ടതുപോലെ സദ്ഗുരുവിൽ നിന്നുള്ളതായ ആ ശ്രേഷ്ഠനായ ഗുരുവിൽ നിന്നുള്ളതായ വാക്കുകൾ തന്നെ നമ്മുടെ അടിസ്ഥാനമായി നമുക്ക് ചിന്തിപ്പാൻ കഴിയും. യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു അതേ മനുഷ്യനായി ജീവിച്ചിരുന്നുവെന്നോ അല്ലെങ്കിൽ ഒരു അവതാരമായി ജീവിച്ചിരുന്നോ അല്ല, പിന്നെയോ അതൊരു പ്രത്യേകമാകുന്നൊരു പ്രതിഭാസമായി ഈ ലോകത്തിലേക്ക് വെളിപ്പെട്ടിരുന്നു എന്ന അതേ ആ സദ്ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ ദൈവജനമേ, ദൈവത്തിന്റെ വചനം മാത്രമല്ല, യേശുവിന്റെ ജീവിതത്തെ നാം പരിശോധിച്ചു നോക്കുമ്പോൾ തന്റെ ജീവിതത്തിന്റെ പ്രത്യേകത, തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ
അനുഭവങ്ങൾ, താൻ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തതായ മാതൃകകൾ, താൻ ഈ ലോകത്തിൽ വെളിപ്പെടുത്തിയതായ ഒരു ശ്രേഷ്ഠമേറിയതായ ഒരു മാർഗം, ഇവയെല്ലാം കൃത്യമായി വിശകലനം ചെയ്തു നോക്കിയാൽ തന്റെ ജനനത്തിങ്കൽ തന്നെ ഒരു ശ്രേഷ്ഠമേറിയ ഒരു പ്രത്യേകതയുണ്ട് എന്ന് അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു മനുഷ്യനാൽ ജനിക്കുന്നില്ല, ഈ ലോകത്തിന്റെ അതേ വലിയൊരു രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കന്യകയിൽ ജനനം കൊള്ളുമ്പോൾ അതൊരു പ്രത്യേകമായ പ്രതിഭാസമെന്ന് ഗുരുക്കൾ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉരുവാക്കപ്പെടുകയാണ്. ഈ ചോദ്യത്തിന് അധികമായി അത് നാം എവിടെയും അറിയേണ്ടുന്നതായ കാര്യമില്ല. കാരണം സകല ജാതി മതങ്ങളും കൃത്യതയോടുകൂടെ പഠിപ്പിക്കുന്നു, ഇത് ശ്രേഷ്ഠമേറിയതായ ഒരു അനുഭവം, ഇത് പ്രത്യേകമാകുന്ന ഒരു പ്രതിഭാസം. ഈ പ്രതിഭാസത്തിന് അത് സകല മാനവരാശിയുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ തക്കവണ്ണം ശക്തിയും അധികാരവും ഉള്ളതിനാൽ അതെ ഇതൊരു പ്രത്യേകമാകുന്ന അത്ഭുത പ്രതിഭാസമായി തന്നെ നമുക്ക് കാണുവാൻ കഴിയും. കന്യകയിൽ ജനനം കൊള്ളുന്നതായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശേഷമായിട്ട് അതേ തൻ്റെ ജനനം തൻ്റെ ജനനം ഒരു വഴിയരികിലായിരുന്നു. തന്നെ അതേ ശീലയിൽ പൊതിഞ്ഞ അതേ ആ പശുത്തൊഴുത്തിൽ കിടത്തുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. സ്വർഗീയ മഹിമകളിൽ ഇരുന്നതായ ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ താൻ ആരായിത്തീരുന്നു എന്നറിയാമോ? ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക്, ഒരു വീട് പോലും ഇല്ലാത്തതായ ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ താൻ വന്ന് അത് ചേർന്നിരിക്കുന്നത്. തനിക്ക് ജനനം നൽകുമ്പോൾ തന്നെ ഒന്നുമില്ലാത്ത ഒരു അതേ സാധാരണമായ ഒരവസ്ഥയിലേക്ക്. ഇതിന് കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇന്ന് നമുക്കിടയിലെല്ലാം നാം പറഞ്ഞു വരുന്നതായ ഒരു കാര്യമുണ്ട്. വലിയ നന്മകളും രക്ഷയൊക്കെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ധാരാളം സമ്പത്തുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല ഉന്നതമാകുന്ന അതേ ശമ്പളങ്ങൾ അല്ലെങ്കിൽ വേതനങ്ങൾ നമുക്ക് ലഭ്യമായി തീരണം. അതിന് നല്ല അതേ അറിവുകൾ, പഠിപ്പുകൾ, ജ്ഞാനമെല്ലാം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് എന്താണ് ഇന്ന് സമാധാനത്തിന് വേണ്ടി സന്തോഷകരമാകുന്നതായ ജീവിതത്തെ ചെയ്യേണ്ടുന്നതിന് ഇന്ന് മനുഷ്യൻ ലോകത്തിന്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ പോലും തള്ളിക്കളഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ്? ലോകത്തിന്റെ ജ്ഞാനത്തിന്റെ പിന്നാലെ ഓടിപ്പോകുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അതേ കർത്താവായ യേശു ക്രിസ്തു ഒരു ശ്രേഷ്ഠമേറിയതായ മാർഗത്തെ കാട്ടിത്തരുന്നു. ആ മാർഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? യാതൊന്നുമില്ലാതെ തന്നെ ഈ ഭൂമിയിൽ ഭൂജാതനായിരുന്നാലും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുമെന്ന് സ്വസ്ഥതയും സമാധാനതയും ഉള്ളതായ ഒരു ശ്രേഷ്ഠമേറിയ ജീവിതത്തെ ചെയ്യുവാൻ കഴിയുമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിന് വെളിപ്പെടുത്തി തരികയാണ്. പ്രിയ സ്നേഹിതരെ, ഞങ്ങളെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, നീ ഒരുപക്ഷെ സമ്പന്നനായിരിക്കാം, ഒരുപക്ഷെ ദരിദ്രനായിരിക്കാം, അതെ ഒരുപക്ഷെ നീ ഒരു ഇടത്തരക്കാരനായിരിക്കാം. നീ ആരുമായി കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു സമാധാനത്തിന്റെ അനുഭവവും സന്തോഷത്തിന്റെ അനുഭവവും നീ നേടിയെടുക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ പണത്തിന്റെ പിന്നാലെ നീ ഓടിയിട്ട് കാര്യമില്ല. പിന്നെയോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ എനിക്കും നിങ്ങൾക്കും കാണിച്ചു തന്നതായ ഒരു ശ്രേഷ്ഠമായ ഒരു മാർഗമുണ്ട്. ആ മാർഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാതയാണ്. ആ പാതയെ പിൻപറ്റുവാൻ തക്കവണ്ണം നിങ്ങൾ ഒരുക്കമാകുന്നുവെങ്കിൽ നിങ്ങളുടെ അവസ്ഥകൾ ഏതായിരുന്നാലും ശരി, എപ്രകാരമായിരുന്നാലും ശരി, സന്തോഷവും സമാധാനവും എന്ന ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയതായ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ ഉടമകളായി തീരും. കഴിഞ്ഞ ചില അതേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ശ്രേഷ്ഠനായ ഒരു ധനികൻ ഈ ലോകത്തെ വിട്ട് കടന്നു പോകുവാൻ ഇടയായി തീർന്നിരുന്നു. കോഫിയുടെ അതേ ഉടമയായിരുന്നു താൻ. വളരെയേറെ അതേ സമ്പാദ്യം തനിക്കുണ്ട്. പക്ഷെ ഒരു നാളിൽ താൻ എന്ത് ചെയ്യുകയാണ്? ആത്മഹത്യ ചെയ്യുകയാണ്. ആത്മഹത്യ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: തനിക്ക് സമാധാനമില്ല. പ്രിയ ദൈവജനമേ, സമ്പത്തിന്റെ ശ്രേഷ്ഠതയല്ല, അറിവിന്റെ ശ്രേഷ്ഠതയല്ല, പിന്നെയോ നിന്റെ ജീവിതത്തിൽ സമാധാനം ഉരുവാക്കപ്പെടണമെങ്കിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. അത് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നതായ സമാധാനത്തിന്റെ അടിസ്ഥാനമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാതയാ. അതിന്റെ അടിസ്ഥാന അനുഭവം എന്ന് പറയുന്നത് ഇന്ന് രാത്രികാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയ ജനമേ, ഒരു കാര്യത്തെ ഓർത്തുകൊള്ളുവീ. നിന്റെ
മഹിമകളല്ല, നിന്റെ ധനവുമോ അല്ലെങ്കിൽ നിന്റെ മാനമോ നിന്റെ അറിവോ അല്ല. ഇവയെല്ലാം വെടിയുവാൻ തക്കവണ്ണം നീ ഒരുക്കമാകുന്നു എങ്കിൽ, അതേ ഈ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹമാകുന്ന, ഏറ്റവും ശ്രേഷ്ഠമേറിയ അനുഗ്രഹമാകുന്ന സന്തോഷവും സമാധാനവും എന്നതായ ഒരനുഭവം നിന്റെ ജീവിതത്തിൽ വന്നു ചേരുവാൻ ഇടയായി തീരും. പ്രിയ ദൈവജനമേ, സ്വർഗീയമാകുന്ന മഹിമകളെ വെടിഞ്ഞ് ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് അവൻ അടിസ്ഥാനപരമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. തൻ്റെ സകല മഹിമകളെയും വെടിഞ്ഞ് താൻ പിറക്കുമ്പോൾ തന്നെ ഒരു പശുത്തൊഴുത്ത് അതേ തന്നെ ശീലകൾ പൊതിഞ്ഞ് അവിടെ ആക്കിയിരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, ഇതേ നേരത്തിൽ തൻ്റെ ജനനത്തിങ്കൽ തന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് ഒരു കൂട്ടർ പറയുന്നത് ഇപ്രകാരമാണ്: അത് ഇന്ത്യയിലുള്ളതായ ചില ജ്ഞാനികളായിരുന്നു അവരെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്, വിദ്വാൻമാർ. അതുപോലെ തന്നെ മറ്റു ചിലർ പറയുന്നു അത് പേർഷ്യൻ നാടുകളിൽ നിന്നാണ്. ഇങ്ങനെ വിവിധ അഭിപ്രായങ്ങളെല്ലാം പറയുന്നുവെങ്കിലും ഒരു കാര്യം വാസ്തവമാണ്, അവർ ജ്യോതിഷന്മാരായിരുന്നു. അവരോട് യഥാർത്ഥത്തിൽ അതേ ദൈവം സംസാരിക്കുകയാണ്. അതേ ഈ ഭൂമിയുടെ രക്ഷകനായി അതേ ഒരുവൻ തുറന്നിട്ടുണ്ട്. അവൻ അതേ ഈ ഭൂമിയിൽ ഭുജാതനായിരിക്കുന്നു എന്നുള്ളതായ അതേ ദൈവത്തിൻ്റെ ശബ്ദത്തെ അവർ അതേ ദൂതന്മാരിൽ കൂടെ കേൾക്കുകയാണ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് പിറന്നിരിക്കുന്നു എന്ന് എന്ത് ചെയ്യുകയാണ്? അവരറിയുകയാണ്. അവർ അവിടെ നിന്നും ഒരു യാത്ര ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? അതേ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവിനെ കാണുവാൻ വേണ്ടി അവർ വളരെയേറെ ദൂരം യാത്ര ചെയ്ത് അവർ ഈ രക്ഷകനെ കാണുവാൻ വരികയാണ്. അവരുടെ ചിന്തയിൽ ഉണ്ടായിരുന്നത് എന്താണെന്നറിയാമോ? അവരും വിദ്വാൻമാരൊക്കെയാണ്, അറിവുള്ളവരൊക്കെ ആണെങ്കിലും അവരും ചിന്തിച്ചതായ ഒരു കാര്യമുണ്ട്. ആ കാര്യം മറ്റൊന്നുമല്ല, അതേ രക്ഷകനായി രാജാവായി പിറന്നവൻ എന്ന് പറയുമ്പോൾ അതൊരു കൊട്ടാരത്തിലായിരിക്കുമെന്നും പറഞ്ഞ് അവരും യാത്ര ചെയ്ത് അവിടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. ഹെരോദാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് അവരൊരു ചോദ്യത്തെ ചോദിക്കുന്നുണ്ട്: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിക്കുന്നു. അതേ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് വായിക്കും. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമൊക്കെയും ഭ്രമിച്ചു. ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയ ദൈവജനമേ, ഹെരോദ രാജാവ് ഇത് കേട്ടിട്ട് ഭയന്നു പോവുകയാണ്. പക്ഷെ എന്താണെന്നറിയാമോ? തൻ്റെ കൊട്ടാരത്തിൽ ആരും അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, ജനിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരുവൻ ജനിച്ചിട്ടുണ്ടോ ഇല്ലയോ? താൻ ആകെ കൂടെ ഒരു പ്രതിസന്ധിയിലാകുകയാണ്. ജ്ഞാനികളായവരെയൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ? യഥാർത്ഥത്തിൽ മസിഹ ജനിക്കുന്നത് എവിടെയായിരിക്കുമെന്നെല്ലാം ചോദിക്കുകയാണ്. തനിക്കും ഒരു വെപ്രാളം. കാരണം തൻ്റെ സ്ഥാനം പോകുമോ? അവനൊരു രക്ഷിതാവായി എഴുന്നേറ്റ് കഴിഞ്ഞെന്നാൽ നിശ്ചയമായിട്ട് രാജ്യത്തിലെ തൻ്റെ സ്ഥാനം പോലും ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോകും. താനും തിരക്കുന്നു, എവിടെയാണ് അവൻ പിറന്നത്? പ്രിയ ദൈവജനമേ, തനിക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു കാര്യത്തെ ഓർത്തുകൊള്ളണം, താൻ തിരഞ്ഞു ലഭ്യമായിരുന്നുവെങ്കിൽ ഈ ശിശുവിനെ കൊല്ലുവാനായിരുന്നു. പക്ഷേ ദൈവത്താൽ നിയോഗിതനായി തീർന്നതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? യോസേഫ് അതേ മറിയയെയും ശിശുവിനെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോകുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ ദൈവജനമേ, അതേ യേശു ഈ ലോകത്തിന്റെ രക്ഷിതാവായി വരേണ്ടുന്നതിന് അത് യോസേഫ് എന്ത് ചെയ്യുകയാണ്? അതേ മറിയയെയും യേശുവിനെയും കൂട്ടി മിസ്രൈമിലേക്ക് പോകുന്നു. ശേഷമായിട്ട് ഹെരോദാവിൻ്റെ കാലശേഷമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും കൂട്ടി യോസേഫ് അത് നസറേത്തിലേക്ക് മടങ്ങി വരുന്നത്. അത് നസറേനായ യേശു എന്നുള്ളതായ പ്രവചനത്തിൻ്റെ നിവർത്തിക്ക് വേണ്ടി അവൻ നസറേത്തിലേക്ക് മടങ്ങി വരികയാണ്. അതേ മടങ്ങി വന്നതിന് ശേഷം അതേ താൻ നസറേനായ യേശു എന്നുള്ളതായ ഒരു പേർ തനിക്ക് ലഭ്യമായി തീരുന്നു. താനവിടെ തങ്ങളവിടെ ഏറിയ വർഷങ്ങൾ പാർത്തു വരികയാണ്. ഏറിയ വർഷങ്ങൾ പാർത്തു വരികയിൽ 12ാമത്തെ വയസ്സോളമായി 12ാം വയസ്സായപ്പോൾ അന്ന് യെരൂശലേമിൽ നടന്നതായ ഒരു പെരുന്നാളിന് ഇവരെല്ലാവരും കൂടെ ചേർന്ന് കടന്നു പോവുകയാണ്. പക്ഷേ പോയിട്ട് വരുമ്പോൾ യേശുവിനെ കാണാനില്ല. യേശു
യേശുവിനെ നഷ്ടപ്പെടുകയാണ്. ഇവർ വിചാരിച്ചു തങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ കാണുമെന്നെല്ലാം ചിന്തിച്ച അവർ വരികയാണ്. പക്ഷേ ഏറിയ ദൂരം പിന്നിട്ടതിന് ശേഷം ഗ്രഹിക്കുന്നു യേശുവിനോടുകൂടെയിൽ. ഈ നേരത്തിൽ അവർ മടങ്ങിപ്പോവുകയാണ്. മടങ്ങി ചെല്ലുമ്പോൾ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാർക്കിടയിൽ ഇരിക്കുന്നവനായ യേശുവിനെ കാണുവാൻ കഴിയും. യഥാർത്ഥത്തിൽ താൻ അവിടെ എത്തുകയാണ്. താൻ അവിടെ ഉപദേഷ്ടാക്കന്മാരോട് സംസാരിച്ചും വാദിച്ചും കൊണ്ടിരിക്കുന്നതിനെ അവർ കാണുകയാണ്. അവിടെ നിന്നും യേശുവിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ആ നേരത്തിൽ തൻ്റെ പ്രായം 12 വയസ്സ് മാത്രമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, 12 വയസ്സിന് ശേഷം 30 വയസ്സ് വരെ യേശുവിനെ കുറിച്ച് എന്താണ് യേശു ചെയ്തിരുന്നത് എന്ന് തിരുവെഴുത്തുകളിൽ എവിടെയും കാണാനില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, തിരുവെഴുത്തുകളിൽ വ്യക്തതയോടുകൂടെ അത് രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. ഹൈന്ദവ പുരാണങ്ങളിൽ അധികം പ്രശസ്തിയില്ലാത്തതായ ഒരു ഭവിഷ്യപുരാണം എന്നതായ ഒരു പുരാണമുണ്ട്. അതിൽ യേശു ആ കാലയളവിൽ ഇന്ത്യയെല്ലാം സന്ദർശിച്ചിരുന്നു എന്നൊക്കെയുള്ളതായ ചില രേഖകളുണ്ട്. എങ്കിലും അത് അടിസ്ഥാനപരമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളവയല്ല. പക്ഷേ സത്യവേദ പുസ്തകം ഇതിനൊരു മറുപടിയെ നൽകുന്നുണ്ട്. യേശുവിനെ മടക്കിക്കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്നതായ ഒരു കാര്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു നസറേത്തിലേക്ക് മടങ്ങി വന്ന മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്നെഴുതപ്പെട്ടിരിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. വായിക്കാം. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നസറേത്തിൽ വന്ന മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്, ഇത് എത്ര നാൾ കീഴടങ്ങിയിരുന്നു എന്നുള്ളത്. കാരണം ഏറെക്കുറെ 18ഓളം വർഷങ്ങൾ തന്നെക്കുറിച്ചൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് എല്ലാവരും ഇപ്രകാരം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യത്തെ ഓർത്തുകൊള്ളുക, അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയിരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തോറയിൻ പ്രകാരം അല്ലെങ്കിൽ ന്യായപ്രമാണ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശു തൻ്റെ ജീവിതത്തെ നയിച്ചു കൊണ്ടിരുന്നു എന്ന്, ഭക്തിയുള്ളതായ ഒരു ജീവിതം താൻ നയിച്ചു കൊണ്ടിരുന്നു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തി ിനെ നമുക്ക് കാണുവാൻ കഴിയും. യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ചില സംഭവങ്ങളെല്ലാം നടക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. ഏറെക്കുറെ 30-ാമത്തെ വയസ്സിലെത്തുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നാനം തുടങ്ങിയുള്ളതായ ചില കാര്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ സ്നാനത്തെ കുറിച്ച് താൻ അനുഭവിച്ചതായ അല്ലെങ്കിൽ ക്ഷമിക്കുക 4-ാം അധ്യായം 3-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിലേക്ക് 21-ഉം 22-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യേശു സ്നാനമേൽക്കുകയിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നതും പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവുന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വരുന്നതിനെ കുറിച്ചുമെല്ലാം കാണുകയാണ്. ഇതിന്റെ ഇടയിലാണ് യേശുവിന്റെ 18 സംവത്സരങ്ങളെ കുറിച്ച് കാണാൻ കഴിയാതിരിക്കുന്നത്. എന്നാൽ ഈ അനുഭവങ്ങൾ യേശുവിന്റെ സ്നാനത്തോട് തുടങ്ങി യേശു സ്നാനമെടുത്തതിന് ശേഷം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട മരുഭൂമിയിലേക്ക് പോകുന്നതായ ഒരു സന്ദർഭമുണ്ട്. ഈ സന്ദർഭത്തിൽ 40 നാളുകൾ താൻ ഉപവാസത്തോടുകൂടെ ആയിരിക്കുമ്പോൾ പിശാചിനാൽ അവൻ പരീക്ഷിക്കപ്പെടുകയാണ്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്തത് എന്തായിരുന്നു? അഭിഷേകത്തിന്റെ ശക്തിയിനാൽ, ആത്മാവിന്റെ ശക്തിയിനാൽ ഈ ദുഷ്ട ശക്തികളെ ജയിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷമായിട്ടാണ് 4-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ചില വാക്കുകളെ നമുക്ക് കാണുവാൻ കഴിയും. വായിക്കാം. അവൻ വളർന്ന നസ്രത്തിൽ വന്നു, ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. പ്രിയ ദൈവജനമേ, ഇവിടെ എഴുതിയിരിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. അവൻ വളർന്ന നസറേത്തിൽ അവൻ വരികയാണ്. രണ്ടാമതായി എഴുതിയിരിക്കുന്നു, ശബ്ബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്.
യഥാർത്ഥത്തിൽ അതേ സ്നാനം അതിനുശേഷമുള്ളതായ ചില നാളുകൾ അത് കഴിഞ്ഞെന്നാൽ അടുത്തതായിട്ട് വേദത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ്: യേശു നസറേത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. മടങ്ങിപ്പോയതിന് ശേഷം ആ വാക്കുകൾ നാം ശ്രദ്ധിച്ചു കൊള്ളണം. അവിടെ എഴുതിയിരിക്കുന്നത് പതിവ് പോലെ എന്ന് എഴുതിയിരിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. ഈ പതിവ് പോലെ എന്ന് പറയുമ്പോൾ യേശു ശബത്തിലെ പതിവ് പോലെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പതിവായി യേശു ഈ ന്യായപ്രമാണത്തിന്റെ അനുഭവങ്ങളെ അനുസരിച്ച് താൻ കീഴടങ്ങിയിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ നാളുകളിലും സിനഗോഗുകളിൽ 13 വയസ്സിന് ശേഷം അതേ തോറയുടെ അനുസൃതമായിട്ടുള്ളതായ അതേ ചില ശുശ്രൂഷകളെ എല്ലാം ചെയ്യുവാൻ 13 വയസ്സിന് ശേഷമുള്ളവർക്ക് അനുവാദമുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിനെക്കുറിച്ച് വലിയ ചരിത്രങ്ങളൊന്നും അതേ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഇന്നും അത് ചെയ്യുന്നതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ അതേ മുൻകാലങ്ങളിൽ അപ്രകാരം ചെയ്തു വന്നിരുന്നു എന്നുള്ളതായ ഒരു ചിന്താഗതിയാണ്. പ്രിയ ദൈവജനമേ, ഒരു കാര്യത്തെ ഓർത്തുകൊള്ളുക. അതേ യേശു തൻ്റെ ഈ പ്രായങ്ങളിൽ അത് ന്യായപ്രമാണങ്ങൾക്ക് അത് അടിസ്ഥാനപരമായിട്ടുള്ളതായ ജീവിതത്തെ ചെയ്തുകൊണ്ട് താൻ പതിവ് പോലെ പ്രകാരം ചെയ്തു വന്നിരുന്നു. ആകയാൽ ഈ 18 വർഷക്കാലം നല്ല യൗവനകാലത്തിൽ മാതാപിതാക്കളെ അനുസരിപ്പാൻ തക്കതായ ഒരു ശ്രേഷ്ഠമേറിയതായ സൽ സ്വഭാവം യേശുവിൽ കാണപ്പെട്ടിരുന്നു എന്നതിനെ നാം മറന്നു പോകേണ്ട. ഇന്ന് ഈ ലോകത്തിൽ നാം നോക്കിയാൽ ഏറ്റവുമേറെ അനുസരണക്കേടുകൾ സംഭവിക്കുന്ന ഒരു പ്രായപരിധിയാണ് ഈ പ്രായപരിധി എന്ന് അത് നമുക്ക് കാണുവാൻ കഴിയും. 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളതായ കാലഘട്ടങ്ങൾ, അല്ല എങ്കിൽ 12 വയസ്സ് മുതൽ അതേ ഒരു വിവാഹത്തിൽ എത്തിച്ചേരുന്നത് വരെയുള്ളതായ കാലഘട്ടങ്ങൾ. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അതേ ആ ജീവിതത്തിൽ തങ്ങൾ ആരൊക്കെയോ ആയിത്തീർന്നു എന്നുള്ളതായ ചില ദോഷകരമായിട്ടുള്ള ചിന്തകൾ ഇന്നത്തെ സമൂഹത്തിൽ യൗവന ലോകങ്ങൾക്കിടയിൽ തങ്ങൾക്ക് ഏതോ ചില അറിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞ അത് ജീവിതത്തിന്റെ അനുഭവങ്ങളിലായെങ്കിലും എന്ത് ചെയ്യാൻ സകല മനുഷ്യർക്കും മേലെ ഞങ്ങൾക്ക് അറിവുണ്ട് എന്നുള്ളതായ ചിന്താഗതിയിൽ ഒരു ദുഷ്ട തലമുറകളായി ഇന്നത്തെ യൗവന ലോകം മാറ്റപ്പെടുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. തങ്ങളുടേതായിട്ടുള്ള ആഡംബരങ്ങളുടെ ഇടയിൽ അതേ മാതാപിതാക്കളുടെ കഷ്ടതകളെയോ അവരുടെ വേദനകളെയോ അല്ല എങ്കിൽ അവരെ പ്രകാരം വേദനയോടുകൂടെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തുന്നത് എന്നുള്ളതായ ചിന്താഗതി പോലും ഇല്ലാതെ അത് മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് അത് ദൈവികമാകുന്ന അനുഭവമോ ഇല്ല എങ്കിൽ ഒരു അനുസരണത്തിന്റെ ആത്മാവോ ഇല്ലാതെ ബഹുമാനമില്ലാത്ത ഒരു സമൂഹമായി ഇന്നത്തെ യുവതലമുറകൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ ഈ ലോകത്തെവിടെയും നമുക്ക് കാണുവാൻ കഴിയും. ഇത് യഥാർത്ഥത്തിൽ സമാധാനമുള്ളതായ ഒരു ജീവിതത്തെ നൽകുകയില്ല. പ്രിയ ദൈവജനമേ, ഒരു കാര്യത്തെ നാം ഓർത്തുകൊള്ളുക. യഥാർത്ഥമായി യേശു നമുക്ക് കാണിച്ചു തന്നതായ രക്ഷകനായി ഈ ഭൂമിയിലേക്ക് വന്ന് അവൻ നമുക്ക് കാണിച്ചു തന്നതായ മാതൃകയിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയത് തൻ്റെ നല്ല യൗവന പ്രായത്തിൽ 2 കാര്യത്തെ താൻ ചെയ്തു. ഒന്ന്, തൻ്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി അനുസരണമുള്ളവനായി താൻ പാർക്കുന്നു. രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത് ഈ കാലയളവിൽ കൃത്യതയോടുകൂടെ വേദത്തിന് അനുസൃതമാകുന്ന രീതിയിൽ ലോകത്തിന്റെ മോഹങ്ങളിൽ അകപ്പെട്ടു പോകാതെ, ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പ്രാകൃത സ്വഭാവങ്ങളിൽ അകപ്പെട്ടു പോകാതെ താൻ എന്ത് ചെയ്യുകയാണ്? അത് ദൈവ വചനങ്ങൾക്കനുസരിച്ച് താൻ തൻ്റെ ജീവിതത്തെ ചെയ്യുകയാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കണം. ഞങ്ങളെ കേൾക്കുന്നതായ പ്രിയ അതേ യൗവനക്കാരെ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമേറിയതായ ഒരു അതേ ജീവിതം ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി ബഹുമാനിക്കുന്നവരായി ജീവിച്ചു കൊള്ളുവിൻ. രണ്ടാമത് സത്യവേദ പുസ്തകത്തിന്റെ അത് ദിവ്യമേറിയ അനുഭവങ്ങളെ നിങ്ങൾ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ. ഇവ രണ്ടും നിങ്ങളെ ശ്രേഷ്ഠരാക്കി തീർക്കും എന്ന് നാം അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യത്തെ കേട്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാര്യം മറ്റൊന്നുമല്ല, അത് പഠിക്കുന്നതെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ നീ ദൈവത്തെ മറന്നിട്ട് ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് പോയി അതേ നീ പഠിച്ചാലും എന്ത് ചെയ്തിരുന്നാലും ശരി, അതെല്ലാം നിന്റെ ജീവിതത്തിൽ നാശത്തിൽ മാത്രമേ ചെന്ന് ഭവിക്കുകയുള്ളൂ. ദൈവത്തിന്റെ വചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അതേ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ സകല
സകലത്തെയും നമുക്ക് നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തവനായ നമ്മുടെ ദൈവം ഇന്ന് രാത്രികാലവും നമ്മുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ റിസൾട്ട് എല്ലാം വന്നതായ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ പുതിയ അഡ്മിഷനുകളെല്ലാം ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ അതേ ദൈവജനം പോലും സത്യത്തെ അറിഞ്ഞിരിക്കുന്ന ദൈവജനം പോലും ചെയ്യുന്ന ഏറ്റവും വലിയൊരു മഹാപാപമുണ്ട്. ആ മഹാപാപം എന്താണെന്നറിയാമോ? ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ മനസ്സില്ലാതെ ദൈവത്തിന്റെ സന്നിധിയെ ബഹുമാനിക്കുവാൻ തങ്ങളുടെ തലമുറകളെ പഠിപ്പിക്കാത്തതായ ഒരു ദുഷ്ട തലമുറകൾ ഇന്ന് ലോകത്തിൽ നമുക്ക് കാണാം. അവർ തങ്ങളുടെ തലമുറകളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? എങ്ങനെ നന്നായി പഠിച്ച ഉന്നതമാകുന്ന വിദ്യാഭ്യാസത്തെ നേടിയിട്ട് ലോകത്തിൽ നല്ല സ്ഥാനത്ത് നീ എത്തണം. ഇതിൻ്റെ ഇടയ്ക്ക് ദൈവത്തെ മറന്നു കളയുന്നു. ശബത്തിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുന്നില്ല. ദൈവത്തെ തള്ളിക്കളയുന്നതായ സമൂഹമായി, എന്നാൽ വളരെ ഭക്തിയുള്ളവരായി പലരും ജീവിക്കുകയാണ്. നീ എന്തെല്ലാം തന്നെ നേടിയിരുന്നാൽ, ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് നീ എന്ത് നേടിയിരുന്നാൽ അത് നിനക്ക് സ്വസ്ഥതയെ നൽകുകയില്ല, അത് നിനക്ക് സമാധാനത്തെ നൽകുകയില്ല, അത് നിന്റെ ജീവിതത്തിൽ ആനന്ദത്തെ നൽകുകയില്ല എന്ന് ഇന്ന് രാത്രികാലം ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരും ഓർത്തുകൊള്ളണം. ആകയാൽ പ്രിയ യൗവനക്കാരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമത് ദൈവത്തെ തേടുന്നവരായി നിങ്ങൾ മാറ്റപ്പെട്ടുകൊള്ളുകയും ഇല്ല എങ്കിൽ സ്വസ്ഥത സമാധാനം നിങ്ങൾക്ക് നഷ്ടമായി തീരുവാൻ ഇടയായി തീരും. ആകയാൽ ഈ 18 വർഷം യേശു കീഴടങ്ങിയിരുന്നത് പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ചെയ്യാം. പ്രിയ ദൈവജനമേ, ഇപ്രകാരം നാം ചിന്തിച്ചു വരുമ്പോൾ യേശു എങ്ങനെയാണ് ഈ രക്ഷയെ മാനവരാശിക്ക് സാധ്യമാക്കി തീർത്തത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, സകല മാനവരാശിക്കും അറിയുന്നതായ ഒരു കാര്യം തന്നെയാണ് ഇതെങ്കിലും ഒരു കാര്യത്തെ നാം ഗ്രഹിച്ചുകൊള്ളണം. ഇതിനെ നാം ഗ്രഹിക്കേണ്ടുന്നതായ വിധത്തിൽ നാം ഗ്രഹിക്കേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. ലോകത്തിലെ ഏറെക്കുറെ 75% മനുഷ്യർക്കും അറിയാം യേശു ക്രൂശിക്കപ്പെട്ടവനാണെന്നറിയാം. ഞങ്ങളും ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് മുൻപാകെ ഈ ദൈവത്തിന്റെ വചനങ്ങളെ അറിയിക്കുമ്പോൾ അവൻ ക്രൂശിക്കപ്പെട്ടവനായ യേശു എന്ന് പറഞ്ഞു തന്നെയാണ് ഞങ്ങളും ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ നീ ഇതിനെ ഗ്രഹിച്ചിരിക്കുന്നത് എപ്രകാരമെന്ന് നന്നായിട്ടുമെന്ന് ഇന്ന് രാത്രികാലം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. യേശു ഈ രക്ഷയെ സാധ്യമാക്കി കൊടുക്കുന്നത് മറ്റു വിധങ്ങളിലൊന്നുമല്ല. ഒരു പ്രത്യേകമാകുന്ന സകല ജാതി മതവിഭാഗങ്ങളും പിന്തുടർന്നു വരുന്ന പൗരാണിക മതങ്ങളെല്ലാം ചെയ്തു വന്നിരുന്ന ഒരു അനുഭവത്തിൽ കൂടെ തന്നെയാണ് യേശു രക്ഷയെ ഭൂമിക്ക് സാധ്യമാക്കി കൊടുക്കുന്നത്. അത് എന്താണ് ആ അനുഭവം എന്തായിരുന്നു? അതൊരു യാഗമായിരുന്നു എന്ന് ദൈവവചനവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതൊരു യാഗം അല്ല എങ്കിൽ അതൊരു യജ്ഞമായി ഈ ഭൂമിക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. സകല മതവിഭാഗങ്ങളിലും ഈ യാഗങ്ങൾ അല്ല എങ്കിൽ യജ്ഞങ്ങൾ ആ പൂർവ്വ നാളുകളിൽ തുടങ്ങി ഇന്നും അതിനെ അനുഷ്ഠിച്ചു വരികയാണ്. യഥാർത്ഥത്തിൽ യാഗം എന്ന് പറഞ്ഞാൽ യജദേവ പൂജായം എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയ സ്നേഹിതരെ, യഥാർത്ഥത്തിൽ യജദേവ പൂജായം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നറിയാമോ? ദേവന്മാർ പൂജിക്കപ്പെടുന്നു എന്നാണ്. ദേവന്മാർ പൂജിക്കപ്പെടുന്നു എന്ന അർത്ഥമാണ് ഈ യാഗത്തിനുള്ളത്. യഥാർത്ഥത്തിൽ ഈ യാഗം അഥവാ യജ്ഞം അതിനെ 2 വിധമാകുന്ന പര്യായങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് അധുരം എന്ന് പറയുന്നതായ ഒരു വാക്കിനെ നമുക്ക് കാണാം. അത് സത്യ മാർഗത്തെ തരുന്നത് എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. രണ്ടാമത് മഖം എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു പര്യായത്തെ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദേവന്മാർ ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ 2 വാക്കും അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? അത് മനുഷ്യനും ദൈവവും തമ്മിൽ അകന്നു പോയതായ ഒരു ബന്ധത്തെ സാധൂകരിക്കുന്നതായ, അല്ലെങ്കിൽ അതിനെ വീണ്ടും പുനർനിർണയിക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് അത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഒന്ന് സത്യമാർഗത്തെ തരുന്നത്, അത് ദൈവത്തിന്റെ പാതയാണ്. സത്യമായൊരു പാത, സത്യമാർഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മാർഗമാണ്. ആകയാൽ ആ മാർഗത്തെ സകല മാനവരാശിയും തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിലെ സകല മതവിഭാഗങ്ങളും യാഗം കഴിക്കുന്നത് അല്ലെങ്കിൽ യജ്ഞത്തെ നടത്തുന്നത്.
യജ്ഞത്തെ നടത്തുന്നത് എന്തിനു വേണ്ടി? അത് ദൈവവുമായിട്ടുണ്ടായിരുന്ന ബന്ധം എന്ത് ചെയ്തിരിക്കുന്നു? നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയതായ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു യാഗം അഥവാ ഒരു യജ്ഞത്തെ ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ഈ ഒരു അനുഭവത്തിൽ അതേ ആയിത്തീരുന്നതിനെ നമുക്ക് കാണാം. എല്ലാ മതവിഭാഗങ്ങളും എന്ത് ചെയ്യുകയാണ്? യാഗം കഴിക്കുമ്പോൾ ഏതെങ്കിലും പ്രത്യേകമാകുന്ന അനുഭവങ്ങളിൽ കൂടെ അത് ഒന്നുകിൽ രക്തമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിപാടുകളായിട്ടോ യാഗങ്ങളെ നടത്തുമ്പോൾ യേശു കാണിച്ചതായ മാതൃക മറ്റൊന്നായിരുന്നു. എന്നാൽ ന്യായപ്രമാണ പുസ്തകങ്ങളിലേക്ക് അത് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ യാഗങ്ങളുടെ ചില പ്രത്യേകമാകുന്ന അനുഭവങ്ങളെ കുറിച്ച്, വിവിധ രീതികളിലുള്ള യാഗങ്ങളെ കുറിച്ച് തിരുവെഴുത്തുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ ഒന്നാമത്തെ വാക്കെന്ന് പറയുന്നത് മിൻഹാഹ് എന്ന് പറയുന്നതായ ഒരു വാക്കിനെ നമുക്ക് കാണുവാൻ കഴിയും. ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് രക്തം ചൊരിയാതെയുള്ളതായ യാഗമാണ്. യാഗങ്ങളിൽ ഒന്നാമത്തെ യാഗം എന്ന് പറയുന്നത് രക്തം ചൊരിയാത്തതായ യാഗം. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനത്തെ നാം പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ അകത്ത് വ്യക്തതയോടുകൂടെ എഴുതിയിരിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. ആദിമ മനുഷ്യനാകുന്ന ആദാമിന്റെ മകനായി കയീൻ ചെയ്യുന്ന ഒരു യാഗം, കഴിക്കുന്നതായ ഒരു യാഗത്തെ നമുക്ക് കാണാം. അവിടെ എന്താണ്? രക്തം ചൊരിയാത്ത ഒരു യാഗത്തെ താൻ കഴിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. അതേ തുടർന്ന് ലേവ്യ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോഴും അവിടെ നമുക്ക് ഒരു ഭോജനയാഗത്തിന്റെ അനുഭവത്തെ കാണാം. ഇതൊന്നും രക്തം ചൊരിയുന്നതായ യാഗങ്ങളല്ലായിരുന്നു. മിൻഹാഹ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് രക്തം ചൊരിയാത്തതായ യാഗം. എന്നാൽ രണ്ടാമത് മറ്റൊരു യാഗത്തെ നമുക്ക് കാണാം. കുർബാൻ എന്ന് പറയുന്ന പേരോടുകൂടെ ആ യാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഈ കുർബാൻ എന്ന് പറയുന്ന യാഗത്തെ കുറിച്ച് ന്യായപ്രമാണ പുസ്തകം ഇപ്രകാരമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ യാഗം കഴിപ്പാൻ തക്കവണ്ണം യാഗപീഠത്തിന്മേൽ വയ്ക്കേണ്ടുന്നതായ വിറകുകളുണ്ട്. ഈ വിറകുകളെ എന്ത് ചെയ്യുകയാണ്? യാഗമായി അന്ന് ഇസ്രായേൽ ജനം അർപ്പിക്കേണ്ടുന്നതായി വന്നിരുന്നു. അതിനുവേണ്ടി കുടുംബങ്ങൾക്കിടയിൽ ചീട്ടിട്ട് നൽകിയിരുന്ന ഒരു പ്രത്യേകമാകുന്ന സംഭവത്തെ നമുക്ക് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. നെഹമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 34-ാം വാക്യത്തില്, 11-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തില് നമുക്കത് കാണുവാൻ കഴിയും. മൂന്നാമതായിട്ട് സെബഹ് എന്ന് പറയുന്നതായ ഒരു യാഗത്തെ നമുക്ക് കാണാം. സെബഹ് എന്ന് പറഞ്ഞാൽ അറുക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ഇത് രക്തം ചൊരിഞ്ഞുള്ളതായ യാഗമെന്ന് അത് ന്യായപ്രമാണം നമ്മെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ രക്തം ചൊരിഞ്ഞുള്ളതായ നാലാമത്തെ യാഗത്തെ നമുക്ക് മൂന്നാമത്തെ യാഗത്തെ നമുക്ക് കാണാം. നാലാമത്തെ യാഗം എന്ന് പറയുന്നത് ഓല എന്ന് പറയുന്നതായ പേരോടുകൂടെ അത് കാണപ്പെടുകയാണ്. ഓല എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് സർവാംഗ ഹോമയാഗം എന്നാണ് അതിന്റെ അർത്ഥം. ഇതിൽ യഥാർത്ഥത്തിൽ യാഗവസ്തു പൂർണ്ണമായും ദഹിപ്പിക്കപ്പെടുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. സത്യവേദ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ അത് ലേവ്യ പുസ്തകം 1-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളെ വായിച്ചു നോക്കുമ്പോൾ അവിടെ ഹോമയാഗത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യാഗങ്ങൾ വിവിധ രീതികളിൽ കൂടെ വിവിധ മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സത്യവേദ പുസ്തകവും ഇപ്രകാരമുള്ളതായ വിവിധ യാഗങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇനി ഒരു യാഗമുണ്ട്. അതിന്റെ പേര് തൂസിയ എന്ന് പറയുന്ന ഒരു പേരാണ്. യഥാർത്ഥത്തിൽ തൂസിയ എന്ന് പറയുന്ന ഈ യാഗം യഥാർത്ഥത്തിൽ ഓലയുടെ അനുഭവം തന്നെയാണ്. ഓല എന്ന് പറയുന്ന യാഗം അത് ഹോമയാഗമാണ്. അതിൽ അർപ്പിക്കപ്പെടുന്നവ സമ്പൂർണമായും ദഹിപ്പിക്കപ്പെടണമെന്നുള്ളതായ അർത്ഥത്തിൽ തന്നെ ഈ തൂസിയെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ തൂസിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വാക്ക് രണ്ട് ഭാഗങ്ങളിൽ മാത്രമേ നമുക്കതിനെ കുറിച്ച് കാണുവാൻ കഴിയുകയുള്ളൂ. ഈ വാക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിയമകാലത്തിലാണ് ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിൽ ഒന്നാമത്തെ വാക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 33-ാം വാക്യത്തിലാണ്. വായിക്കാം. അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന്. ദൈവത്തിന്റെ വിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ശ്രേഷ്ഠമേറിയതും
സാരമേറിയതുമായിട്ടുള്ളതായ ഒരു യാഗത്തെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നു. അത് ന്യായപ്രമാണത്തിന്റെ 10 വിധമാകുന്ന കൽപ്പനകളെ മാറ്റിയിട്ട് ഇവയെല്ലാം കൂടെ ചേർത്തിണക്കിക്കൊണ്ട് 2 പ്രമാണങ്ങളെ കൊണ്ടുവരികയാണ്. അതിൽ ഒന്നാമത്തേത് അവനെ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറയുകയാണ്. പുതിയ നിയമകാലത്തിൽ തന്റെ ദേഹം എന്നതായ തിരശ്ശീലയെ 2ആയി ചിന്തിക്കൊണ്ട് ജീവനും പുതുതുമായ ഒരു മാർഗത്തെ തുറന്നു കാട്ടുമ്പോൾ അവിടെ സകല മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു ഭൂമിയിൽ നമുക്ക് കാണിച്ചു തന്നതായ മാതൃകയുടെ പ്രത്യേകത ഇതായിരുന്നു. എന്താണെന്നറിയാമോ? പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണാത്മാവോടും കൂടെയെല്ലാം നാം ദൈവത്തെയും സ്നേഹിക്കണം, കൂടാതെ നിന്റെ കൂട്ടുകാരനെയും സ്നേഹിക്കണം. യഥാർത്ഥത്തിൽ സത്യവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതായ ഒരു കാര്യമുണ്ട്. മൂക്കിൽ ശ്വാസമുള്ള ഒരൊറ്റ മനുഷ്യനെ പോലും വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിക്കുന്നവരാരെങ്കിലും നമുക്കിടയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രികാലം ഈ പന്തലിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഈ ശബ്ദത്തെ കേൾക്കുന്ന നമ്മുടെ ശ്രദ്ധാപരിധിയിലുള്ളവരാരായിരുന്നാലും ശരി, ആരെങ്കിലും നീ വിശ്വസിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രികാലം നീ ഒഴിവാക്കേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യരെയും നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുകയില്ല. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. നമ്മളും അങ്ങനെ തന്നെയാണ്. ദൈവത്തോട് കാര്യസാധ്യം നടന്നു കഴിയുമ്പോൾ ദൈവത്തെ തള്ളിക്കളയുന്നവരായി ഞാനും നിങ്ങളും മാറ്റപ്പെടുകയാണ്. ഇന്ന് നാം കേട്ടതായ സാക്ഷിയിൽ കൂടെ നാം അതിനെക്കുറിച്ച് കേൾക്കുകയുണ്ടായല്ലോ. അത്യാവശ്യം നന്മകളെല്ലാം വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഒരല്പം അകൽച്ച എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട്. അറിവും ജ്ഞാനവും വിദ്യാഭ്യാസവും സമ്പാദ്യവും സകലവിധമാകുന്ന സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം ആയി കഴിയുമ്പോൾ പണ്ടുണ്ടായിരുന്ന പ്രാർത്ഥനയുടെ അനുഭവം ഇന്ന് നമുക്കില്ലാതെ പോയിരിക്കുകയാണ്. അന്ന് ദൈവത്തെ സ്തുതിച്ചിരുന്ന സ്തുതിയുടെ അനുഭവം ഇന്ന് നമുക്കില്ലാതെ പോയിരിക്കുകയാണ്. ഒരു കാലത്ത് ദൈവത്തെ മാത്രം തേടി നടന്നിരുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ കുറഞ്ഞു പോയിരിക്കുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ്. സകല മാനവരാശിയിലും ഈ സ്വഭാവത്തെ കാണാം. എന്നാൽ ഒന്നോർത്തുകൊള്ളണം, യേശു നമുക്കൊരു മാതൃകയെ കാണിച്ചു തന്നു. ആ മാതൃക എന്താണ്? നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. അത് കഴിയുമോ? കഴിയുക എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ യേശു ഇത് പറഞ്ഞാൽ യേശു ചെയ്തിട്ടാണ് പറഞ്ഞത് എന്ന് ഓർത്തുകൊള്ളണം. യേശു ചെയ്തു. എങ്ങനെ ചെയ്തു? സ്വർഗീയമാകുന്ന എല്ലാ മഹിമകളെയും വെടിഞ്ഞ് താണലോകത്തിലേക്ക് അവൻ ഇറങ്ങി വന്ന് അവൻ എന്ത് ചെയ്യാൻ? സാധാരണമായൊരു മനുഷ്യനെ പോലെയായി തീർന്ന് സാധാരണക്കാർക്കിടയിൽ കൂടെ താൻ സഞ്ചരിച്ച് സാധാരണക്കാരന്റെ കഷ്ടതകളെ മനസ്സിലാക്കിയിട്ട് അവരുടെ സകല ദുഃഖങ്ങളെയും വേദനകളെയും ഗ്രഹിച്ചവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും ഒടുവിൽ അവൻ കാൽവരി ക്രൂശിൽ യാഗമായി തീരുകയും കൂടെ ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ എന്ത് ചെയ്യുകയാണ്? നാം ആരെ സ്നേഹിച്ചിരുന്നാലും ശരി, നിന്റെ കൂട്ടുകാരനെ നീ എന്ത് ചെയ്യണം? നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇത് സകല സർവാംഗ ഹോമങ്ങളെക്കാളും എന്ത് ചെയ്യുന്നു? സാരമേറിയത് എന്ന് എഴുതിയിരിക്കുകയാണ്. രണ്ടാമത്തെ വാക്കെഴുതപ്പെട്ടിരിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. എബ്രായ ലേഖനം 10-ാം അധ്യായം 6, 8, 9 വാക്യങ്ങളിൽ ഈ അനുഭവത്തെ നമുക്ക് കാണുവാൻ കഴിയും. 10-ാം അധ്യായം 6-ാം വാക്യത്തെ മാത്രം വായിക്കാം. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. പ്രിയ ദൈവജനമേ, ഇവിടെ എഴുതിയിരിക്കുന്നതിനെ നമുക്ക് കാണാം. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല എന്ന് പറയുകയാണ്. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്ന് പറയുകയാണ്. വീണ്ടും നാം തുടർന്ന് വായിച്ചു വരുമ്പോൾ അവിടെ യേശു പറയുന്നതായൊരു കാര്യമുണ്ട്. ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറയുകയാണ്. ഈ അനുഭവമാണ് രണ്ടാമത്തെ അനുഭവം. തുസിയ എന്ന് പറയുന്ന വാക്ക് ക്രമീകരിച്ചിരിക്കുന്നത് ഈ രണ്ട് കാര്യത്തിനു വേണ്ടി. അത് പ്രത്യേകമായി നാം ഓർത്തുകൊള്ളണം. ഈ രണ്ടാമത്തെ പ്രക്രിയ എന്താണെന്നറിയാമോ? ആദ്യത്തതിനെ ഒന്നുകൂടെ തെളിച്ച് ഇവിടെ യേശു തൻ്റെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ളതായ വിശേഷതയായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയ ദൈവജനനെ തൻ്റെ ജീവിതത്തെ യാഗമാക്കി തീർക്കുന്നതായ ഒരനുഭവത്തിലേക്ക്
അതുകൊണ്ടാണ് 10-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുക. യേശുവിന്റെ ക്രൂശ് മരണം അത് സാധാരണമായ ഒരു മരണമല്ലായിരുന്നു, അതൊരു യാഗമായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ അത് ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഒരു കാര്യത്തെ ഓർത്തുകൊള്ളണം. യേശു കാൽവരി ക്രൂശിൽ മരിക്കുകയല്ല ചെയ്തത്, പിന്നെയോ അവനൊരു യാഗമായി തീരുകയാണ്. സകല മാനവരാശിയുടെ പാപങ്ങളെ അതേ ക്ഷമിച്ചുകൊണ്ട് അവയിൽ നിന്നവരെ വിടുവിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠതയോടുകൂടെ വിശുദ്ധരാക്കി നിലനിർത്തുവാൻ തക്കവണ്ണം അവനൊരു കാര്യത്തെ ചെയ്യുന്നു. എന്താണ്? ഒരു യാഗമായി തീരുകയാണ്. ഈ യാഗം എന്ന് പറയുന്നത് അതേ ജലസ്നാനത്തിന് നിഴലായി നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ ദൈവജനമേ, അതേ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം അതേ അതിൽ നാം പങ്കാളികളായി തീർന്നേ മതിയാകുകയുള്ളൂ. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായം 3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കാര്യത്തെ ഓർത്തുകൊള്ളണം. നാം രക്ഷ പ്രാപിച്ചാൽ മാത്രം പോലെ, പിന്നെയോ നേരത്തെ കേട്ടതുപോലെ പല കാര്യങ്ങളെ ജീവിതത്തിൽ ക്രമീകരിച്ചത് കൊണ്ടുമായില്ല, പിന്നെയോ യേശുവിന്റെ മരണത്തിൽ ഞാനും നിങ്ങളും പങ്കാളികളായി തീരേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. അതെ, നമുക്കിടയിൽ ഒരുപക്ഷെ ഒരു പ്രാവശ്യം സ്നാനമെടുത്തവർ കാണുമായിരിക്കാം. സ്നാനം ഒരു പ്രാവശ്യമേ ഉള്ളൂ. അത് സത്യമാർഗത്തിൽ കൂടെയാണെങ്കിൽ, തൃത്വ ദൈവ നാമത്തിലാകുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരാകുന്ന അതേ അഭിഷിക്തരുടെ കീഴിലാകുന്നു എങ്കിൽ അതേ സ്നാനം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. എന്നാൽ അത് ഒരിക്കൽ നാം സ്നാനമെടുക്കുന്നു, അത് ജലത്തിൽ സാക്ഷീകരിക്കുമ്പോൾ തന്നെ ഇതിന്റെ അനുഭവങ്ങൾ ഒരിക്കൽ സ്നാനമെടുത്തതായ ഒരു ദൈവമൈതൽ എന്നേക്കും അതിനെ സൂക്ഷിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുകയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു എന്ന് പറയുകയാണ്. പാപങ്ങൾക്ക് നാം മരിച്ചിട്ട് നീതിക്കായി നിൽക്കുന്ന അനുഭവത്തെ എന്നും എന്നേക്കും നാം നമ്മുടെ ജീവിതത്തിൽ കാത്തുകൊള്ളണം. എന്നാൽ യഥാർത്ഥത്തിൽ ഈ സ്നാനത്തിന്റെ അനുഭവം അല്ല എങ്കിൽ ഈ യാഗം എപ്രകാരമായിരുന്നു, യേശുവിന്റെ ക്രൂശുമരണത്തിൽ സംഭവിച്ചത് എന്തായിരുന്നു എന്നൊന്ന് നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം. പ്രിയ ദൈവജനമേ, ഏറെക്കുറെ 36 മണിക്കൂറുകളോളം താൻ ഈ കഷ്ടത അനുഭവിക്കുന്നു എന്ന് നമുക്ക് തിരുവെഴുത്തുകളിൽ കൂടെ കാണുവാൻ കഴിയും. അതിൽ 17ഓളം മണിക്കൂറുകൾ ഭക്ഷിപ്പാനോ പാനം ചെയ്യുവാനോ ഒന്നും ലഭ്യമല്ലാത്ത രീതിയിൽ ഇന്ന് പന്തലിന്റെ കീഴിലിരിക്കുന്ന ഒരു കൂട്ടം ജനം യേശുവിനെ അതേ രക്ഷിതാവായി സ്വീകരിച്ചവരായിരിക്കും. മറ്റൊരു കൂട്ടം അതേ യേശുവിനെ അറിയുന്നവരായിരിക്കും, രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടാകുകയില്ല. ഇനി അതേ ദൂരത്ത് നിൽക്കുന്നവർ പലരും ഒരുപക്ഷെ യേശുവിനെ പറ്റി അറിവുള്ളവരായിരിക്കാം. പക്ഷേ നിങ്ങൾ യേശുവിനെ എങ്ങനെ അറിഞ്ഞിരിക്കുന്നു? യേശു ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്നതല്ലാതെ അതിന്റെ കാഠിന്യം എന്തായിരുന്നു എന്ന് നാം എപ്പോഴെങ്കിലും ഗ്രഹിച്ചിട്ടുണ്ടോ? അതിന്റെ കാഠിന്യത്തെ ഗ്രഹിച്ചാൽ മാത്രമേ യഥാർത്ഥമായ സ്നേഹത്തെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ, യഥാർത്ഥമായ ആശ്രയത്തെ കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ, യഥാർത്ഥമായ ഒരു അതേ ആശ്വാസത്തെ കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. പ്രിയ ദൈവജനമേ, 17 മണിക്കൂറോളം എന്ത് ചെയ്യുന്നു? ദാഹിച്ചിട്ടും അതേ വിശന്നിട്ടും തനിക്ക് ഭക്ഷിപ്പാനോ പാനം ചെയ്യുവാനോ ഒന്നും ലഭ്യമല്ലാതിരിക്കുകയാണ്. യേശു അതേ പെസഹ ആചരിച്ചതിന് ശേഷം ഒലിവുമലയിലേക്ക് പോവുകയാണ്. അന്ന് രാത്രിയിൽ സംഭവിച്ചത് വീണ്ടും ഈ ലോകത്തിൽ അധികമൊന്നും സംഭവിക്കാത്ത ഒരു പ്രത്യേകമാകുന്ന ഒരു പ്രതിഭാസമായിരുന്നു എന്ന് അതേ വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. എന്തായിരുന്നു അന്ന് രാത്രിയിൽ സംഭവിച്ചത്? അതേ പെസഹ ആചരിച്ചതിന് ശേഷം ഒലിവുമലയിലേക്ക് പോയതായി യേശുവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ എന്ത് ചെയ്യുകയാണ്? പ്രാണവേദനയിലായി അതേ അതിശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. അവന്റെ വിയർപ്പ് അതേ നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളികളായി തീരുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രത്യേകമാകുന്ന പ്രതിഭാസമെന്ന് വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിൽ അതേ വെറും 20-ൽ താഴെ മാത്രമായി സംഭവിച്ചിരിക്കുന്നത്, യേശുവിൽ മാത്രമല്ല, അത് ഈ ലോകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 20-ൽ താഴെ മാത്രമായി അത് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേകമാകുന്ന ഒരു പ്രതിഭാസമായിരുന്നു അന്ന് രാത്രിയിൽ അവിടെ സംഭവിച്ചത്. യേശു അതേ എന്ത് ചെയ്യുകയാണ്? പ്രാണവേദനയിലായിട്ട് യേശു എന്ത് ചെയ്യുന്നു? അതേ തൻ്റെ വിയർപ്പ് ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികളായി താഴെ വീഴുന്നതിനെ നമുക്ക്
നമുക്ക് കാണുവാൻ കഴിയും. യഥാർത്ഥത്തിൽ ആ പ്രക്രിയയ്ക്ക് വൈദ്യശാസ്ത്രം നൽകിയിരിക്കുന്ന ഒരു പേരുണ്ട്. ഹെമാറ്റിഡ്രോസിസ് എന്ന് പറയുന്ന ഒരു പേരാണ് അതിന് നൽകപ്പെട്ടിരിക്കുന്നത്. ഹെമാറ്റിഡ്രോസിസ് എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് രക്തരൂക്ഷിതമായിട്ടുള്ളതായ വിയർപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ശരീരത്തിലുള്ളതായ വിയർപ്പ് ഗ്രന്ഥിയുണ്ട്. ആ വിയർപ്പ് ഗ്രന്ഥിയെ ചുറ്റിയിരിക്കുന്നതായ ക്യാപ്പിലറുകളുണ്ട്. ഈ ക്യാപ്പിലറുകൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അമിതമായിട്ടുള്ളതായ കഠിനമാകുന്ന സംഘർഷങ്ങൾ അല്ലെങ്കിൽ ആ സമ്മർദ്ദങ്ങൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഉരുവാക്കപ്പെടുമ്പോൾ അത് ശരീരത്തിൽ ഉരുവാക്കിയെടുക്കുന്ന പ്രത്യേകമാകുന്നൊരു സാഹചര്യം, അത് ഒരു മനുഷ്യനും താങ്ങുവാൻ കഴിയാത്തതായ വിധത്തിൽ അത് തൻ്റെ ശരീരത്തിലേക്ക് വ്യാപരിച്ചിട്ട് ആ സമ്മർദ്ദം എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ മനുഷ്യ ശരീരത്തിലുള്ളതായ വിയർപ്പ് ഗ്രന്ഥികളെ ചുറ്റിയിരിക്കുന്ന ക്യാപ്പിലറുകളെ തകർത്തുകളയും. ലോകത്തിൽ വെറും 20-ൽ താഴെ മാത്രം നടന്നിരിക്കുന്ന ഒരു പ്രതിഭാസം. ഇതൊരു രോഗമല്ല കേട്ടോ, ഇതൊരു രോഗമല്ല, ഇതൊരു രോഗമാണെന്ന് നിങ്ങൾ കരുതരുത്. ഇത് മാനസികമായി താൻ അനുഭവിച്ചതായ ഒരു കഷ്ടതയുണ്ട്. ഇന്ന് ഈ പന്തലിന്റെ കീഴിൽ പരിസര പ്രദേശങ്ങളിൽ ഞങ്ങളെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, യേശു അനുഭവിച്ച ഒരു കഠിനമേറുന്നതായ സമ്മർദ്ദമുണ്ടായിരുന്നു. ആ സമ്മർദ്ദം എന്തായിരുന്നു എന്നറിയാമോ? ഞാനും നിങ്ങളും അനുഭവിച്ചതായ പാപത്തിന്റെ കാഠിനമേറിയതായ ഒരു കഷ്ടതയുടെ അനുഭവത്തെ ഓർത്തപ്പോൾ അവന്റെ ഹൃദയം പ്രാണവേദനയിലായി തീരുകയാണ്. യേശുവിന്റെ ഹൃദയം പ്രാണവേദനയിലായി തീരുന്നു. അതിന്റെ കാഠിന്യ വിയർപ്പ് ഗ്രന്ഥികളെ ചുറ്റിയിരിക്കുന്ന ക്യാപ്പിലറുകളെ തകർത്തു കളയുകയാണ്. രക്തം വിയർപ്പ് ഗ്രന്ഥികളിൽ കൂടെ തറയിൽ വീഴുന്നു. അത് വലിയ ചോരത്തുള്ളികളായി മാറ്റപ്പെടുന്നു. അന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച ആ കഠിനമേറിയ ഒരു അനുഭവമുണ്ട്. അതിനെ ഇന്ന് രാത്രികാലം നിനക്ക് ധ്യാനിപ്പാൻ കഴിയുമോ? അത് നിനക്ക് രാത്രികാലം ധ്യാനിപ്പാൻ കഴിയുമെങ്കിൽ സർവശക്തനായ ദൈവം പരിശുദ്ധാത്മാവിനാൽ ശ്രോതാക്കളോട് ഒരു കാര്യത്തെ പറയുന്നു. ഇന്ന് രാത്രികാലം നിനക്കതിനെ ഗ്രഹിപ്പാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രികാലം നിന്റെ ജീവിതത്തിൽ സകല ദുഃഖങ്ങളുടെയും സകല വേദനകളുടെയും വിടുതലിന്റെ രാത്രികാലം ഈ രാത്രികാലമായിരിക്കും. ആകയാൽ യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി അനുഭവിച്ചതായ ആ വേദനയെ ഓർത്തുകൊള്ളണം. ലോക ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. മനുഷ്യന് വേണ്ടി തന്റെ ജീവനെ യാഗമാക്കി തീർത്ത ഒരു ദൈവത്തെ കുറിച്ച് ഈ ചരിത്ര താളുകളിൽ എവിടെയും രേഖപ്പെടുത്താതിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം സകല മാനവരാശിയും ഒരു കാര്യത്തെ ഓർത്തുകൊള്ളണം. സകല ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവരും ഒന്നോർത്തുകൊള്ളണം. മനുഷ്യന് വേണ്ടി യാഗമായി തീർന്നവനായ ഒരു യേശുണ്ട്. ആ യേശു നമുക്ക് വേണ്ടി ജീവനെ അർപ്പിച്ചവനാ. അവന്റെ വേദനകൾ എന്റെയും നിങ്ങളുടെയും വേദനകളായിരുന്നു. നമ്മുടെ വേദനകളെ ഓർത്ത് അവൻ വിലപിക്കുകയാണ്. പ്രിയ ദൈവജനമേ, നമ്മെ ഓർത്ത് കരയുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ നിന്ന് തന്നെ സ്നേഹിച്ച, ഇങ്ങനെ പുറമെ പേരുകൊണ്ടൊക്കെ സ്നേഹിച്ചതായ ഒരു മനുഷ്യനുണ്ടായിരുന്നു കൂട്ടത്തിൽ. തൻ്റെ പേര് യൂദയെന്നാണ്. താൻ ഒറ്റിക്കൊടുക്കുകയാണ്. ഒറ്റിക്കൊടുത്തതിന് ശേഷം തന്നെ അവിടെ നിന്നും പിടിച്ചു പോകുന്നത് നേരെ മഹാപുരോഹിതന്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ ചെന്നതിന് ശേഷം തന്നെ കണ്ണുകളെ കെട്ടുകയാണ്. അതിനുശേഷം തന്നെ തല്ലുകയാണ്, തന്നെ പരിഹസിക്കുകയാണ്. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിന്നെ തല്ലിയത് ആരെന്ന് നീ പ്രവചിക്കണമെന്ന് പറഞ്ഞ് തന്നെ ആക്ഷേപിച്ച് പരിഹസിച്ച് തന്നെ വളരെയേറെ നിന്ദിക്കുകയാണ്. സകല അധികാരവും തൻ്റെ കരങ്ങളിലുണ്ടെന്ന് ഓർത്തുകൊള്ളണം. സാധാരണപ്പെട്ടതായൊരു വ്യക്തിയല്ല. സകല മാനവരാശിയും പറയുന്നു അതൊരു പ്രത്യേകമായ പ്രതിഭാസം. ആ പ്രതിഭാസം അവിടെ തലയും വണക്കി നിൽക്കുകയാണ്. എന്നെയും നിങ്ങളെയും ആരെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് വഴക്ക് പറഞ്ഞാൽ 2 മിനിറ്റ് കേട്ട് നിൽക്കുമായിരിക്കും. ശേഷമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ യഥാർത്ഥ സ്വഭാവങ്ങളെല്ലാം വെളിപ്പെടും. അതെല്ലാം വെളിപ്പെടുത്തുന്നവർ ഇന്ന് നമുക്കിടയിലുണ്ട് എങ്കിൽ ഒന്നോർത്തുകൊള്ളണം. കണ്ണുകെട്ടി പൊതിരെ തല്ലിയിട്ടും നിന്ദിച്ചിട്ടും പരിഹസിച്ചിട്ടും അവിടെ മൗനമായിട്ടിരിക്കുകയാണ്. നീ ഒരു പ്രവാചകനല്ലേ, പ്രവചിക്ക എന്ന് പറഞ്ഞിട്ടൊന്നും ഒരനക്കവുമില്ല. അവിടെ വളരെ ശാന്തതയോടുകൂടെ, കാരണം എന്താണെന്നറിയാമോ? തൻ്റെ ജീവിതത്തിൽ കൂടെ ഒരു മാർഗത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ലോകത്തിൽ ഒരു മതവിഭാഗങ്ങളിലും പെട്ടവർക്ക് ഇതിനെ അവകാശപ്പെടുവാൻ കഴിയുകയില്ല.
പകൽക്കാലം ഞങ്ങൾ ഈ അതേ കാര്യങ്ങളെ നിങ്ങളെ അറിയിക്കുമ്പോൾ വളരെ ആത്മാഭിമാനത്തോടുകൂടെ നിൽക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, എനിക്ക് മുൻപായി എന്റെ പ്രാണന് വേണ്ടി അത് യാഗമായി തീർന്ന, എന്നെ സ്നേഹിച്ച ഈ ഭൂമിയിലെ ഏക അനുഭവം അത് എന്റെ യേശുവാണ്. പ്രിയ ദൈവജനമേ, ആ യേശുവിന്റെ മകനായി, ആ യേശുവിന്റെ ഒരു അനുയായിയായി നിൽക്കുമ്പോൾ ഇന്ന് രാത്രികാലം ഞങ്ങൾ ആത്മാഭിമാനത്തോടെ ധൈര്യത്തോടുകൂടെ അവനിൽ നിന്ന് പ്രാപിച്ച സകല സന്തോഷവും സമാധാനവും അതേ ആരോഗ്യവും ബലത്തിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു, ഈ യേശുവിൽ അതേ വലിയൊരു രക്ഷയുണ്ട്. ആ രക്ഷ അനുഭവിക്കാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയ ദൈവജനമേ, അവിടെ നിന്നും കുറ്റം ചുമത്തുവാൻ വേണ്ടി നേരെ പിലാത്തോസിന്റെ അടുക്കലേക്ക്, പക്ഷെ മരണകരമായിട്ടുള്ളതായ അതേ കുറ്റമൊന്നും കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അവിടെ നിന്നും പതിയെ അതേ ഗലീലയുടെ ഭരണാധികാരിയാകുന്ന ഹെരോദാവിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. അവിടെ ചെന്ന് അവിടെയും എന്ത് ചെയ്യുകയാണ്, മരണകരമായിട്ടുള്ളതായ കൊല്ലുവാൻ തക്കതായ ആക്ഷേപമൊന്നും കണ്ടെത്തുവാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് വീണ്ടും പിലാത്തോസിന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. പീലാത്തോസും ഹെരോദാവും അതേ കാര്യമായ കാരണമൊന്നും കാണാതിരുന്നപ്പോൾ പീലാത്തോസിന് കാര്യം ചെയ്യുകയാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചമ്മട്ടി അടി കൊടുത്ത് നമുക്ക് ഇദ്ദേഹത്തെ പറഞ്ഞയക്കാമെന്ന് ചിന്തിച്ചു. പക്ഷേ അവിടെയുള്ളതായ ജനത്തിന് അതല്ലായിരുന്നു ആവശ്യം. യേശുവിനെ കൊല്ലണം, യേശുവിനെ ക്രൂശിക്കണം എന്നുള്ളതായിരുന്നു. അത് യഥാർത്ഥമായ യാഗത്തിന്റെ പൂർണ്ണതയിലേക്ക് പോവുകയാണ്. ഇവിടെ ചാട്ടവാറടി ഏൽപ്പിക്കുവാൻ തുനിയുന്നു, അതിനൊരു കൽപ്പനയെ പുറപ്പെടുവിക്കുന്നു. ചാട്ടവാറിനാൽ യേശുവിനെ അടിക്കുന്നു. പ്രിയ ദൈവജനമേ, ഈ ചാട്ടവാറിന് യഥാർത്ഥത്തിൽ അതേ 18 ഇഞ്ച് നീളം മാത്രമേ ഉള്ളൂ, 1.5 അടി, അതായത് ഒരൽപ്പം ഇത്ര മാത്രമേ അതിന് നീളമുള്ളൂ. പക്ഷേ ഇതിൽ എന്ത് ചെയ്യുകയാണെന്നറിയാമോ, അതെ ഇതിൽ അതിൽ പ്രത്യേകമായിട്ടുള്ളതായ ചില ചാട്ടവാറുകളെ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. ഈ ചാട്ടയിൽ നല്ല വാറുകളെ അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഘടിപ്പിച്ചിരിക്കുന്നതായ അനുഭവം എന്ന് പറയുന്നത് ഏറെക്കുറെ 9ഓളം വാറുകൾ അതിൽ ഈ ചാട്ടയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു 1.5 അടി മാത്രമേ നീളമുള്ളൂ എങ്കിലും അതിൽ ഒരു വാറല്ല ഉള്ളത്, പിന്നെയോ അതിലുള്ളത് 9ഓളം വാറുകളാണ്. ഇത് വെച്ചാണ് അടി. ഇത് യഥാർത്ഥത്തിൽ ലോകത്തിലെ കഠിനമേറിയ ശിക്ഷകളുടെ ഗണത്തിൽ മുഖ്യമായ സ്ഥാനത്തെ വഹിക്കുന്ന ഒരു ശിക്ഷയായി ഇതിനെ കാണാം. എന്ന് പറഞ്ഞാൽ ഇത് അടിമകൾക്കും രാജ്യദ്രോഹികൾക്കും മാത്രം നൽകി വന്നിരുന്ന ഒരു ശിക്ഷയായിരുന്നു. കാരണം ഇതിനത്രത്തോളം കാഠിന്യമുണ്ടായിരുന്നു എന്ന അതേ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ചാട്ടവാറടി നൽകുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ, നഗ്നരാക്കി തീർക്കും. വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞു മാറ്റി അത് അടിക്കുന്നവർക്ക് അതിനെ നൽകുന്നതിനെ നമുക്ക് കാണുവാൻ കഴിയും. നഗ്നരാക്കി തീർക്കുന്നത്. രണ്ടാമത് എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ ചാട്ടവാറടി ആരാണോ ഏൽക്കുന്നത് അവരുടെ കരങ്ങളെ ഇതുപോലൊരു പോസ്റ്റ് മുൻപിലുണ്ടാകും, അതിലിങ്ങനെ പിടിച്ചങ്ങ് കെട്ടും, നന്നായിട്ട് പിടിച്ചങ്ങ് കെട്ടിവെക്കും. അപ്പോൾ പുറകു തിരിഞ്ഞാണ് നിൽക്കുന്നത്. അതിനുശേഷം അധികാരികന്മാരായിട്ടുള്ള ഇതിനു വേണ്ടിയിട്ട് ചില സ്പെഷ്യലിസ്റ്റുകളുണ്ട് ഈ അടി നൽകുവാൻ വേണ്ടി തന്നെ. ഈ സ്പെഷ്യലിസ്റ്റുകൾ 2 പേരും ഇരുവശത്ത് നിന്നിട്ടങ്ങ് അടിക്കും. അടിക്കുന്നത് സാധാരണമായ അടികളല്ല എന്നോർത്തുകൊള്ളണം. ഒരു നിസാരമായ ഒരു ചൂരലിൻ്റെ അടി കൊള്ളുമ്പോൾ തന്നെ വേദന കൊണ്ട് പുളയുന്ന ഓരോരുത്തരും ഓർത്തുകൊള്ളണം. എൻ്റെയും നിങ്ങളുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പ്രാണപ്രിയനായ യേശു അത് ഏറ്റതായ അടികൾ സാധാരണയായിട്ടുള്ളതല്ലായിരുന്നു. പ്രിയ ദൈവജനമേ, ഇത് അടിക്കുമ്പോൾ അതേ ഒരു ചാട്ടവാറടി നൽകുമ്പോൾ അത് എത്ര എണ്ണമാണെന്നറിയാമോ? ഒരൊറ്റ പ്രാവശ്യത്തെ ശിക്ഷയിൽ 39 അടിയാണ് അടിക്കുന്നത്. കഴുത്ത് മുതൽ പാദം വരെയും അടിക്കും. കഴുത്ത് മുതൽ പാദം വരെ 39 അടികളാണ് അടിക്കുന്നത്. ഈ ചാട്ടയുടെ നീളം 18 ഇഞ്ച് ആണെങ്കിലും അതിൽ 9 തുകൽവാറുകൾ ഘടിപ്പിച്ചിരിക്കുന്നതിനെ നമുക്ക് കാണാം. ഈ തുകൽവാറുകൾക്ക് യഥാർത്ഥത്തിൽ 6 മുതൽ 7 അടി നീളം വരെയുമുണ്ട്. നമ്മുടെയൊക്കെ സാധാരണപ്പെട്ട മനുഷ്യർ 6 അടിയിൽ താഴെയുള്ളൂ. 5-നും 5.5 അടിക്കും ഇടയിലാണ് നമ്മളെല്ലാവരും. അതിനേക്കാളും ഇച്ചിരിയും കൂടെ നീളം കാണും. അതേ 9 തുകൽവാറുകളാണ് ഈ ചാട്ടയിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അറ്റത്ത് യഥാർത്ഥത്തിൽ ഈയക്കട്ടകളും അതുപോലെ തന്നെ മൃഗങ്ങളുടെ എല്ല് കഷ്ണങ്ങളും അതിൽ പിടിപ്പിച്ചിരിക്കുക. എന്നിട്ട് ഒരടി അടിക്കുമ്പോഴത്തേക്കും ഇത് ശരീരത്തെ ചുറ്റി വരിഞ്ഞ് വരികയാണ്.
പറയുകയാണ്. അവരതിനെ വലിച്ചെടുക്കുമ്പോൾ ശരീരത്തിലെ മാംസപേശികൾ ഈ ഈയക്കട്ടയിൽ അതേ അസ്ഥിക കഷ്ണങ്ങളിലും കുരുങ്ങി അത് പറഞ്ഞു പോരുന്നതായ നേരത്തിൽ ഒരു മുറിവിനുണ്ടാകുന്നതായ അതേ വ്യാസം എന്ന് പറയുന്നത് 2 ഇഞ്ചോളം അതേ കീറലുകൾ ആ ശരീരത്തിൽ മാംസപേശി പറഞ്ഞു വരികയാണ്. അതിൻ്റെ ആഴം ഏറെക്കുറെ അതേ 1 ഇഞ്ചോളം അതേ ആഴം ആ മുറിവിനുണ്ടാകും. പ്രിയ ദൈവജനമേ, ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിൻ പ്രകാരം ആ വ്യക്തിയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഒരു മുറിവിന് ഏറെക്കുറെ 20ഓളം സ്റ്റിച്ചുകൾ ഇടേണ്ടുന്നതായിട്ട് വരും. ഓർക്കുക, യഥാർത്ഥത്തിൽ ഈ 39 അടികളെ അടിക്കുമ്പോൾ ഒരടിയിൽ 9 തുകൽവാറുണ്ടെന്ന് ഓർത്തുകൊള്ളണം. ഏറെക്കുറെ 351 മുറിവുകൾ ഈ മനുഷ്യ ശരീരത്തിലെ നോർത്തുകൊള്ളണം കേട്ടോ. കഴുത്ത് മുതൽ പാദം വരെ 351 അടി. ആ അടികളിൽ ഓരോന്നിലും 20 സ്റ്റിച്ച് വെച്ചിട്ടിരുന്നാൽ പോലും 7000 ചില്ലുവാനും സ്റ്റിച്ചുകൾ എന്ന് പറഞ്ഞാൽ കഴുത്തു മുതൽ പാദം വരെയും യേശുവിൻ്റെ ശരീരത്തിൽ അതിൽ തുന്നിക്കെട്ടുകൾ മാത്രമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുക, ആ ശരീരത്തിൽ ഒരംശം പോലും മാംസമില്ലാതെ അതിനെ കീറി പറിച്ചെടുക്കുന്ന ദുഷ്ടതയെ കാട്ടിയിട്ട് സ്വർഗത്തിൻ്റെ അധികാരത്തെ വെളിപ്പെടുത്താതെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഒരു താഴ്മയുള്ളവനായി ആ വേദനകളെ തന്റെ ശരീരത്തിൽ അവൻ വഹിക്കുകയാണ്. ഇന്ന് രാത്രികാലം ആ വേദനയെ നിനക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുവോ? നിന്റെ സകല രോഗങ്ങളും അവന്റെ അടിപ്പിണരുകളാൽ ഇന്ന് രാത്രികാലം സൗഖ്യമാക്കപ്പെട്ടിരിക്കും. ഇത് ഞങ്ങൾ അനുഭവിച്ചവരാ. ഞങ്ങളുടെ ആയുസ്സിൽ ഇതുവരെയും ദൈവത്തിന്റെ കരുണയാലും കൃപയാലും മനുഷ്യനിൽ ആശ്രയിച്ചിട്ടല്ല, അത് ദൈവത്തിന്റെ ആശ്രയത്തിൽ മനുഷ്യ വൈദ്യ ആശ്രയങ്ങളിലല്ല, സർവശക്തനായ ദൈവത്തിന്റെ ഏകജാതനാകുന്ന ബുദ്ധന്റെ അടിപ്പിണരുകളാൽ അവൻ ഞങ്ങൾക്ക് സൗഖ്യത്തെ നൽകി. ആ സൗഖ്യത്തെ ഇന്ന് രാത്രികാലം ഞങ്ങൾ അതേ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അധികാരത്തോടും ശക്തിയോടും കൂടെ ഞങ്ങൾ നിങ്ങൾക്കായി അത് സൗജന്യമായി നൽകുകയാണ്. എന്ന് രാത്രികാലം എത്ര കഠിനമാകുന്ന രോഗത്തോടുകൂടെ നീ ഈ പന്തലിന്റെ കീഴിലായിരുന്നാലും ഈ ശബ്ദപരിധിക്കുള്ളിൽ നിന്നിരുന്നാലും ഇന്ന് രാത്രികാലം നീ യേശുവിൽ വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കുമെന്ന് അരുളി ചെയ്ത യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അത്ഭുത വിടുതൽ സ്വർഗം നിനക്ക് പ്രദാനം ചെയ്യുവാൻ പോകുകയാണ്. പ്രിയ ദൈവവൈതലെ, ഈ പ്രകാരം അടിയേറ്റു വാങ്ങുന്നു. പക്ഷേ അവിടെയും സംശയാസ്പദമാകുന്ന ഒരു ചോദ്യം ഉയരുകയാണ്. ഇത്രയേറെ മുറിവുകൾ ആ ശരീരത്തിൽ ഉണ്ടായിട്ട് രക്തം വാർന്ന ആൾ മരിച്ചില്ലയോ എന്നാണ്. റോമാക്കാരായിരുന്നു ഈ ശിക്ഷ നടപ്പാക്കിയിരുന്നു. അവർ വളരെ തന്ത്രശാലികളായിരുന്നു, വിദഗ്ധരായിരുന്നു. അവർ ഈ ശാസ്ത്രമൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ മരിക്കാൻ 6 മുതൽ 9 ദിവസം വരെ എടുക്കും. എന്ന് പറഞ്ഞാൽ രക്തസ്രവം ഉണ്ടാകാത്ത രീതിയിലാണ് ഈ അടിമുഴുക്കടിക്കുന്നത്. കാര്യമായിട്ടൊന്നും ഇത് സംഭവിക്കത്തില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ അടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതിരാവിലെ ആയിരിക്കും ഈ അടിയൊക്കെ കൊടുക്കുന്നത്. ഈ ഇളം കാറ്റ് കൊണ്ടിട്ട് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഇളം കാറ്റുകളെല്ലാം കൊണ്ടു കഴിയുമ്പോൾ ഈ മുറിവുകളെല്ലാം ഈ മാംസങ്ങളെല്ലാം ഒരു പ്രത്യേകമായ രീതിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഈ പക്ഷികളൊക്കെ അല്ലെങ്കിൽ കോഴിയൊക്കെ മണ്ണിൽ നിന്ന് അതേ പുഴുക്കളെ കുത്തിയെടുക്കുന്നത് പോലെ ആകാശത്തിലെ പറവകൾ നോക്കുമ്പോൾ അതിൻ്റെ ഇരയെന്ന് തോന്നിയിട്ട് അവയും ഇവരെ കുത്തി വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. മുറിവിൽ നീറ്റലിന്മേൽ നീറ്റൽ, വേദനയിന്മേൽ വേദന. അത് 6 മുതൽ 9 ദിവസം വരെ. പക്ഷേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 6 മണിക്കൂറിനുള്ളിൽ താൻ പ്രാണനെ വെടിയുകയാണ്. തന്നെ ക്രൂശിക്കുമ്പോൾ മറ്റൊരു കാര്യവും കൂടെ സംഭവിക്കുന്നു. എന്താണെന്നറിയാമോ? അത് കൈകളിൽ ആണികളെ അടിക്കുന്ന കൈപ്പത്തിയിലല്ലായിരുന്നു. കൈപ്പത്തിയിൽ അടിച്ചാൽ ഭാരം കൊണ്ട് കീറിപ്പോയി ഈ ശരീരം തറയിൽ പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയുമോ? കൈത്തണ്ടയുടെ നടുവിൽ വെച്ചടിക്കും. കൈത്തണ്ടയുടെ നടുവിൽ വെച്ചടിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. അതിന് മുകളിൽ വെച്ചടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അതേ ഈ രക്തക്കുഴലുകൾ അല്ലെങ്കിൽ റേഡിയൽ ആർട്ടറി അതേ കട്ടായി പോകും. സാധാരണ ആത്മഹത്യയൊക്കെ ചെയ്യുന്നവർ റേഡിയൽ ആർട്ടറിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് രക്തസ്രാവം ഉണ്ടാകും. കൈത്തണ്ടയുടെ നടുവിലടിക്കുമ്പോൾ ഒന്നോർത്തുകൊള്ളണം, ഈ റേഡിയൽ ആർട്ടറി പൊട്ടുകയില്ല, പക്ഷെ സകല ഭാരത്തെയും അത് പിടിച്ചു നിർത്തും.
പിടിച്ചു നിർത്തുന്ന ഭാരം പിടിച്ചു നിർത്തുന്നിടത്ത് കാലിലും അതുപോലെ അടിച്ചിറക്കുകയാണ്. ഏറെക്കുറെ 7 ഇഞ്ച് നീളമുള്ളതായ ആണി അതിനെ അടിച്ചിറക്കുന്നു. അതേ എന്ത് ചെയ്യുന്നു? കൈകളിൽ എന്ത് ചെയ്യാണ്? റേഡിയൽ ആർട്ടറി പൊട്ടാതെ, അതുപോലെ തന്നെ കാലിലാണെങ്കിൽ ഡോർസാലിസ് പെഡിസ് അതേ ആർട്ടറിയും കട്ടായി പോകാതെ എന്ത് ചെയ്യാണ്? കാൽപാദത്തിലും കൈത്തണ്ടയിലും കൃത്യമായി ഭാരത്തെ താങ്ങി നിർത്തത്തക്ക വിധത്തിൽ അതേ അസ്ഥികൾക്കിടയിൽ കൂടെ ആണികളെ അടിച്ചിറക്കിയിട്ട് അതേ ഈ കുരിശിന്മേൽ ഈ ശരീരം ഒരു പ്രത്യേകമായ രീതിയിൽ തൂങ്ങി നിൽക്കുകയാണ്. ശ്വാസോച്ഛ്വാസം നടത്തുന്നതായ നേരത്തെ ഈ ശരീരം പരിവരിപ്പായിട്ടുള്ളതായ ഈ കുരിശിൻ തടിയിന്മേൽ എന്ത് ചെയ്യുകയാണ്? ഉരഞ്ഞ് നീറി വേദനയോടുകൂടെ. പക്ഷെ ഈ കഠിനമാകുന്ന വേദനയിൽ വൈദ്യശാസ്ത്രം പറയുന്നു ഒരുപക്ഷെ അവർ അബോധാവസ്ഥയിലാകാം. അങ്ങനെയാണെങ്കിലും അത് പെട്ടെന്ന് മരണം സംഭവിക്കണമെന്നില്ല. രക്തസ്രവം ഉണ്ടായി, അതേ ആ രക്തസ്രവം ഉണ്ടാകാത്ത രീതിയിൽ ഈ ക്രൂശീകരണത്തെ നടത്തുന്നത് കൊണ്ട് അന്നേരവും എന്ത് ചെയ്യുകയില്ല? പെട്ടെന്ന് മരണം ഉണ്ടാകുകയില്ല. അതിനിവർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. കണങ്കാല് നോക്കി ഗോളാകൃതിയുള്ളതായ ഒരു പ്രത്യേകമായ ആയുധമുണ്ട്. അതുകൊണ്ട് ഈ കണങ്കാലിൽ അതേ 5 മുതൽ 10 മിനിറ്റ് വരെ അടിക്കും. ഈ ആയുധം വെച്ച് അടിച്ചടിച്ച് അതിൻ്റെ അസ്ഥികളെ പൊട്ടിച്ചു കളയും. പക്ഷേ യേശുവിൽ അത് സാധിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവന്റെ അസ്ഥികളിൽ ഒന്നുപോലെ ഒടിഞ്ഞു പോകുകയില്ല, അവൻ അതിനെ സൂക്ഷിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തവനായ നല്ല ദൈവം അതേ തന്റെ ജീവിതത്തിൽ അതിനു മുൻപ് തന്നെ മരണത്തെ അതേ താൻ കൈവരിക്കുക. മരണം മരിച്ചുവോ ഇല്ലയോ എന്നറിയുവാൻ വേണ്ടി ഈ കണങ്കാലിലൊക്കെ അടിച്ച് കൊല്ലുന്നതിന് മുൻപ് അവർ വിലാപ്പുറത്ത് കുന്തം വെച്ച് കുത്തിയപ്പോൾ ചോര മാത്രമല്ല, ചോരയും വെള്ളവും കൂടെ പുറപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ആ കുത്തുകൊള്ളുന്നതിന് ഏറെക്കുറെ ഒരു 30 മിനിറ്റെങ്കിലും മുൻപ് യേശു പ്രാണനെ വെടിഞ്ഞിരുന്നു. അവസാനത്തിലായി ഒരു കാര്യത്തെയും കൂടെ ഓർമ്മിപ്പിക്കട്ടെ പ്രിയ ദൈവജനമേ. വൈദ്യശാസ്ത്രം പറയുന്നു ആരോഗ്യമുള്ള 33.5 വയസ്സുള്ളതായ ഒരു ചെറുപ്പക്കാരൻ 6 മണിക്കൂർ മാത്രമേ ആ കുരിശിൽ കിടന്നിട്ടുള്ളൂ എങ്കിൽ ആ നേരത്തിൽ താൻ പ്രാണനെ വെടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും ഏതോ ഒരു പ്രതിഭാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഗുരു തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു പ്രത്യേക പ്രതിഭാസം. ആ പ്രതിഭാസം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചരിത്രം പറയുന്നു, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പറയുന്നു, അങ്ങനെയൊന്നും ഈ മനുഷ്യൻ മരിക്കുകയില്ല. പക്ഷെ കൊല്ലുന്നതിന് മുൻപ് അവൻ മരിക്കുന്നു. എന്താണ് അതിന്റെ പ്രത്യേകത? ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഈ യേശുവിന് ജീവന്റെ മേൽ അധികാരമുണ്ട്. താൻ സകലത്തെ നിവർത്തിച്ചതിന് ശേഷം ക്രൂസിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ഇതാ സകലവും നിവർത്തിയായി. അതിനു മുൻപ് സകല മാനവരാശിയുടെയും പാപത്തെ ഇവൻ ക്ഷമിക്കുന്നു. ദൈവത്തോട് പറയുകയാണ്, പിതാവിനോട് പറയുകയാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് ഈ രാത്രികാലവും നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി നമ്മുടെ വീണ്ടെടുപ്പുകാരനായി യേശു നമ്മുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര പേർ അതിൽ സമ്പൂർണമായും വിശ്വസിക്കുന്നു? ഇത്രയേറെ പാടുകൾ എനിക്ക് വേണ്ടി സഹിച്ചു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് അതേ ഞങ്ങളുടെ ശബ്ദത്തെ ശ്രവിക്കുന്ന ഏവരോടും ചേർന്ന് ഒരേ ഒരു ചോദ്യത്തെ ചോദിക്കുന്നു. ഇത്രയും കഠിനമായി ക്രൂശിക്കപ്പെട്ട് എന്റെയും നിങ്ങളുടെയും പാപമോചനത്തിന്, ശാപത്തിന്റെ മോചനത്തിന്, രോഗത്തിന്റെ വിടുതലിനും വേണ്ടി അതേ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുവിന് വേണ്ടി നീ എന്ത് പകരം നൽകും? എല്ലാവർക്കും മുഴങ്കാൽ മടക്കി കണ്ണുകളെ മൂടാം. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നു. ഒരിക്കൽ എൻ്റെ 13-ാമത്തെ വയസ്സ് ഞാനൊരു ബസ് യാത്ര ചെയ്യുന്നതായ നേരത്ത് അതേ കണ്ണു തുറന്നിരിക്കയിൽ ഒരു ദർശനത്തെ കണ്ടു. അത് കാൽവരി ക്രൂസിന്റെ ദർശനമായിരുന്നു. ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രസ്താവിച്ച അതേ വചനം അത് ഞങ്ങൾ കണ്ട നേരത്ത് യാത്രയുടെ ഒടുവിൽ ആ ദർശനം അവസാനിപ്പിക്കപ്പെടുകയാണ്. അതേ ആ നേരത്ത് ഞങ്ങൾ കേട്ടതായ അതേ ശബ്ദം ഇപ്പോഴും ഞങ്ങൾ കേൾക്കുന്നു. അതത്രേ നിങ്ങളോട് ചോദിക്കുന്നത്. ഇത്രയധികം എനിക്കും നിങ്ങൾക്കും വേണ്ടി കഷ്ടം സഹിച്ച യേശുവിന് വേണ്ടി നീ എന്തു ചെയ്യുവാൻ പോകുന്നു? ഈ ദൈവത്തെ നീ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? അങ്ങനെ ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ അന്തരാത്മാവിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു കേട്ടു. ആ ശബ്ദം ഇതായിരുന്നു, കർത്താവേ നീ എനിക്ക് വേണ്ടി പ്രകാരം യാഗമായി അതേ കഷ്ടത അനുഭവിച്ചുവെങ്കിൽ എനിക്ക് തരുവാൻ മറ്റൊന്നുമില്ല. ഈ ദേഹവും ഈ ദേഹി ഈ ആത്മാവും ഞാൻ നിന്റെ കരത്തിലേക്ക് തരുന്നു.
ഈ മറുപടിയെ അതേ നമ്മുടെ ദൈവത്തോട് പറയുവാൻ ഒരുക്കമുള്ളവരുടെ കരങ്ങൾ മാത്രം ഉയർന്നിരിക്കട്ടെ. അതേ കർത്താവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. നീ എൻ്റെ രക്ഷിതാവ്, നീ എൻ്റെ പ്രാണപ്രിയൻ, നീ എനിക്ക് വേണ്ടി യാഗമായി തീർന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തെ ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിക്കുകയാ. കർത്താവേ, നീ എന്നെ ഉയർപ്പിക്കണമേ. അവൻ മരിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ രാവിക്കൊണ്ടേയിരിക്കുകയാ. അവന്റെ ശക്തി നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നു. അവൻ നമ്മെ ശക്തീകരിക്കുന്നു. നിന്റെ പാപങ്ങളെ ക്ഷമിക്കുന്നവർ, നിന്റെ രോഗങ്ങളെ വിടുവിക്കുന്നവർ, നിന്റെ അതേ ശാപങ്ങളെ നീക്കുന്നവർ നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാ. ഏൽപ്പിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നുവെങ്കിൽ അതേ ദൈവത്തിന്റെ സർവശക്തിയുള്ളതായ ഒരഭിഷേകം നമ്മെ തൊട്ടുകൊണ്ട് നമ്മെ ജയാളികളാക്കി തീർക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ നിങ്ങളെ അറിയിക്കുന്നു. അവനെ നമുക്ക് സ്വന്തം രക്ഷിതമായി സ്വീകരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ടിടുക